ചെമ്പരുന്തേ വട്ടമിട്ട് പാറാൻ വാ വാലൊടിഞ്ഞ് ആകാൻ വാ വല്യാരം വരമ്പുണ്ടേ അരിയാളം രാഗണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ അമ്മാനം ചെമ്മാനം മാനത്തെ ചെമ്മരുന്നേ വട്ടമിട്ട് പാറാൻ വാ വാലൊടിഞ്ഞ് ആകാൻ വാ വല്യാരം വരമ്പുണ്ടേ അരിയാളം രാഗണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ കതിരുപോലിക്കടി കീറാമുറത്തിൽ പതിരളക്ക് കിണ്ണത്തിൽ കതിരുപോലിക്കടി കീറാമുറത്തിൽ പതിരളക്ക് കുളം കലക്കടി മീൻ പിടിക്കാൻ കുടം കമഴ്ത്തടി നീരളക്കാൻ മത്തളം കൊട്ടടി മംഗല കൊയ്ത്തിന് മാറ്റുകൂട്ടാൻ നാട്ടുമണ്ണിലെ ചെക്കയിരിക്കണതേക്കുപാട്ടിനുതിരി തൊടിയുണ്ടേ നടോടിക്കുരുവി പെണ്ണിനു നന്നാഴിത്തിന് നിറപൊലിയുണ്ടേ ചെളിമണ്ണിൽ കുത്തിമറിക്കട ചെന്നല്ലിന് ഞാറ്റടിയേറ്റട ചെമ്പാവിന് ചെറുറ്റട ചേന ചെറുപുലയാ ചെമ്പാവിന് ചേരൂട്ടട ചേന ചെറുപുലയാ അമ്മാനം ചെമ്മാനോ മാനത്തെ ചെമ്പരുന്തേ വട്ടമിട്ട് പാറാൻ വാ വാലൊഴിഞ്ഞ് രാകാൻ വാ വല്യാരം വരമ്പുമ്മേ അരിയാളം രാഗണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ കുറുമാലിക്കണ്ടം പൂട്ടണ്ടേ ഇതെന്താ ബാലരാമ, ഇവിടെ അടുത്ത് വല്ല ഉത്സവം മറ്റോ ഉണ്ടോ? ആ, ഒരു കണക്കിന് ഇവർക്ക് ഇതൊരു ഉത്സവം തന്നെയാ. നമ്മുടെ ചെലവിൽ നമ്മൾ നടത്തുന്ന ഉത്സവം. നമ്മുടെ പിള്ളേർക്ക് തട്ടിക്കളിക്കാനുള്ള ടീമാ. അല്ല, പന്ത് കളിക്കാൻ പോകുന്നതിന് എന്തിനാ ഇത്രയ്ക്ക് കൊട്ടും പാട്ടും കഥകളിയൊക്കെ? പണ്ട് മുതലേ വടക്കേപ്പാട്ടിൽ നിന്ന് തുടർന്നു വന്നൊരു ഏർപ്പാടായത്. കൊയ്ത്തു കഴിഞ്ഞ കണ്ടത്തിൽ പണിയാളവരെ കൊണ്ടൊരു പോത്തോട്ടം. ഇപ്പൊ എന്ത് പോത്തോട്ടം, ഞാനായിട്ടത് പരിഷ്കരിച്ച് കാൽപന്ത് വിളയാട്ട പോട്ടിയാക്കി. ഇവന്മാരുടെ വേൾഡ് കപ്പാ ഇത്. അല്ല, കയ്യിലിരിക്കുന്ന കാശ് മുടക്കി ഇങ്ങനെ ഒരു കോഷം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്കെന്താ ലാഭം? ലാഭമുണ്ട്, അണാ പൈസ കണക്കിലല്ലാന്ന് മാത്രം. കായബലത്തിലും അവർ നമ്മുടെ കീഴിലാണെന്നുള്ള സൈക്കോളജിക്കൽ സുപ്രീമസി സ്ഥാപിച്ചെടുക്കൽ. ഈ കൊട്ടും പാട്ടും ഒക്കെ അങ്ങോട്ട് പോകുമ്പോഴേ ഉള്ളൂ. ജയം എപ്പോഴും വടക്കേപ്പാട്ട് ടീമിന് തന്നെയാ. നമ്മൾ കാശ് കൊടുത്ത് വെളിയിൽ നിന്ന് ടീമിനിറക്കും, നല്ല ഒന്നാം തരം പ്രൊഫഷണൽ ക്ലബ്ബുകളെ. അതൊക്കെ അനിയൻ അമ്പാടിയുടെ ഏർപ്പാടാ. ആ, അവനും നല്ലൊരു പ്ലെയറാണ് കേട്ടോ. ആ, ഇത് എന്റെ അനുജൻ അമ്പാടി. ഹലോ. ഹലോ, ടീമിന്റെ ക്യാപ്റ്റനാ പ്രദീപ്. രാജേഷ്.
പാപ്പച്ചൻ, ജോയ്, മഹേഷ്, ടോണി. ഇവൻ വേലു, കോളനി ടീമിന്റെ ക്യാപ്റ്റനാ. വേലു, ഹലോ. വേലായുധൻ, സുപ്രൻ, കുയിലൻ, നീലൻ, കുട്ടപ്പൻ, കുഞ്ഞിക്കാവലൻ. നമുക്ക് അങ്ങോട്ട് ഇരിക്കാം. എനിക്ക് ചെമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പുരിവയറരി പൊരി അരമണി എരിമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതനു കുറുവഴി മണ്ണു കിളച്ചു മതിച്ചു നടക്കണ മായാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹായ്. ആദിച്ചെമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പുരിവയറരി പൊരി അരമണി എരിമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതനു കുറുവഴി മണ്ണു കിളച്ചു മതിച്ചു നടക്കണ മായാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹായ്. കാക്കാലക്കാറ്റിന്റെ കുടുമെ കിടിയളിയ പാഴല്ല പന്താടും കാലെ കിടിയളിയ കാക്കാലക്കാറ്റിന്റെ കുടുമെ കിടിയളിയ പാഴല്ല പന്താടും കാലെ കിടിയളിയ ചോഴിക്കും മുത്തിക്കും ചെങ്കോഴി ചാത്തനും ചോഴിക്കും മുത്തിക്കും ചെങ്കോഴി ചാത്തനും ചാന്തും ചോരം ചുണ്ടപ്പൂ കൊണ്ടാ കൊമ്പും കുഴലമ്പും പലവില്ലും തല്ലും പടപാഞ്ഞോട്ടം മാവും തിറയാട്ടും മുടിയേറ്റും തോറ്റും കളിക്കൂത്താട്ടം കൊമ്പും കുഴലമ്പും പലവില്ലും തല്ലും പടപാഞ്ഞോട്ടം മാവും തിറയാട്ടും മുടിയേറ്റും തോറ്റും കളിക്കൂത്താട്ടം. ആദിത്യ
ചെമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പുലിവയറിരി പൊരി അരമണി അരിമണി ചെറുപയർ ഒരു മണി തറുതല പറയണ മറുതനു കുറുവടി മണ്ണു കിളച്ചു മതിച്ചു നടക്കണ മായാണ്ടിപ്പഴ മാഞ്ഞു വരുന്നേ ചെക്ക്. ചെക്കോ എങ്ങനെ? രാജാവിന് ഇനി അനങ്ങാൻ സ്ഥലമില്ല, അത്ര തന്നെ. ഉണ്ടെങ്കിൽ കളിക്ക്. സ്ഥലമൊക്കെ ഉണ്ട്, പക്ഷേ ഈ രാജാവിന്റെ കാലിന് നീര് അതുകൊണ്ട് അനങ്ങാൻ പറ്റത്തില്ല. ഭയങ്കര തമാശ. മുത്തശ്ശൻ എന്താ പറയാറില്ലേ, 4 നീക്കത്തിന് തോൽവി ആന മണ്ടന്മാർക്കേ ഉണ്ടാവുള്ളൂന്ന്. തോൽവി ആദ്യം സമ്മതിക്കോ. നിന്റെ ഒരാഗ്രഹം സാധിച്ചു തരാൻ വേണ്ടി ഞാൻ തോറ്റതെന്നാണെന്ന് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത കുട്ടിയാന മണ്ടി കഴുതേലെഴുതി. അയ്യോ, എന്നാ പറഞ്ഞ വാക്ക് പാലിച്ചു. ആരോ വരുന്നുണ്ട്. ആരാ? കണ്ടാലോ? കണ്ടാലെന്താ? ഞാനല്ലേ തരുന്നത്, നീ മുറുക്കടി. ഇതെന്താ 3 കൂട്ടയുള്ളോ? ആ പോയില കൂട്ടണ്ട, ആ 3 കൂട്ടം കൂടി അങ്ങ് മുറിക്കാ മതി. പുകല് കൂട്ടാതെ മുറുക്കണ എങ്ങനെയാ? ഒരു കിക്കും ഉണ്ടാവില്ല. ആ എന്നാ എന്ത് വേണേ അയക്കും. അത്ര നേരം ജീവിതല കേട്ടിരിക്കാമല്ലോ. എവരി ഡോഗ് ഹാസ് എ ഡേ. എന്താ? അല്ല ആരാ വരുന്നെന്ന് ചോദിക്കായിരുന്നു. അച്ഛൻ തമ്പുരാൻ വർമ്മ. കൂടി ഒരു കതർ ഷർട്ടും ഉണ്ട്. ഇന്ന് എടുത്ത് പുറംതിരിഞ്ഞ് എണീറ്റേ തോന്നുന്നു. വലിയ ഗൗരവത്തിലാ. അതൊന്നും അല്ലടി, പന്ത് കളി ജയിച്ച് കപ്പും കൊണ്ട് വരാന്ന് പറഞ്ഞു പോയതല്ലേ, തോറ്റിട്ടുണ്ടാവും. ചേട്ടൻ തനിയെ കോന്തക്കുറുപ്പ് ഇല്ലല്ലോ കൂടെ, അപ്പൊ തോറ്റിട്ടുണ്ടാവും ഉറപ്പാ. എന്താ ഇവിടെ ഒച്ചയും വെള്ളവും? കോളനിക്കാരാ, കളി ജയിച്ചിട്ടുള്ള വരവാ. ഉണ്ട പകിട നീല പകിട കറുത്ത ആനയ്ക്ക് വെളുത്ത കൊമ്പ് കറുത്ത കോഴിക്ക് വെളുത്ത മുട്ട. ജയിച്ചു അല്ലേ, സന്തോഷായി. ഇത് കോലത്തിലിരിക്കട്ടെ. നിങ്ങൾ ജയിച്ചതിന്റെ കപ്പ് എനിക്ക് എന്തിനാടാ? കേടുവരാണ്ട് എടുത്തു വെക്കാനുള്ള സ്ഥലമൊന്നും കോളനിയിൽ ഇല്ല. കപ്പ് ഇവിടെ ഇരിക്കണത് അടിയങ്ങൾക്ക് സന്തോഷം, അതുകൊണ്ടാ. ആയിക്കോട്ടെ, വിരോധം ഉണ്ടായിട്ട് പറഞ്ഞല്ല. എന്തായാലും ആദ്യമായിട്ട് ജയിച്ചതല്ലേ അതേ അമ്മു. അല്ല ഇപ്പൊ ഈ ബാലരാമനെ മലപ്പുറത്തുനിന്നോ കോഴിക്കോട്ടുനിന്നോ ഒക്കെ വലിയ ക്ലബ്ബ് കളിക്കാരെ കൊണ്ടുവരുന്നാണല്ലോ പറഞ്ഞു കേട്ടെ. എന്നിട്ട് എങ്ങനെയാണ് അവരെ തോപ്പിച്ച വല്ല കള്ളക്കളി കളിച്ചോ? ആ അങ്ങനെ വേണം. ഏത് സായിപ്പ് വന്നാലും ഉശിരി വിടരുത് കേട്ടോ. ആ അയ്യപ്പൻ ഇങ്ങ അടുത്തേക്ക് വാടാ. ഇങ്ങോട്ട് വാടാ. ഒരു കാര്യം എന്നാ കൊണ്ടുപോയി എന്താന്ന് വെച്ചാ സന്തോഷിക്ക. ഏതാ ഇങ്ങോട്ട് അധികമാകരുത്. അങ്ങോട്ട് നടക്കണ കൊച്ചുങ്ങളെ. ഉണ്ടപ്പക്കട നീലപ്പക്കട കറുത്ത കോഴിയുടെ വെളുത്ത മുട്ട. ഉണ്ടപ്പക്കട നീലപ്പക്കട. കണ്ടില്ല അവരുടെ ഒരു സന്തോഷം, പാവങ്ങള്. ഉണ്ടപ്പക്കട നീലപ്പക്കട. ആന നിന്നാലും ചെരിഞ്ഞാലും പന്തീരായിരുന്നു പണ്ടാരാണ്ട് പറഞ്ഞ പോലെ തോറ്റിട്ടും ദേ കപ്പ് ഇവിടെ തന്നെ. എന്നാലും അങ്ങോട്ട് നാണക്കേടായിപ്പോയി. ഓ പിന്നെ സാക്ഷാൽ സന്തോഷ് ട്രോഫി അല്ലേ കയ്യിൽ നിന്ന് പോയത്. ഒന്ന് പോടോ അവിടുന്ന്. തനിക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ആദ്യമായിട്ടാ അവന്മാരുടെ മുമ്പിൽ ഈ തോൽവി. പന്ത് കളിയില് എടോ തന്റെ തലയിൽ ഇപ്പോഴും ഈ കണ്ടത്തിലെ ചെളി തന്നെയാടൂ. അല്ലെങ്കിൽ പിന്നെ താൻ ഈ കൃഷിയും വിതയും പന്ത് കളിയും എന്നൊക്കെ പറഞ്ഞ് നടക്കുവോ ഈ കാലത്ത്? അതൊക്കെ മുത്തച്ഛന്റെ ഓരോ നിർബന്ധങ്ങളാ. കൃഷി എന്നൊക്കെ പറഞ്ഞ കൈ നഷ്ട. ആ എടോ താനും തന്റെ ഓൾഡ് മാനും ഒക്കെ ഇപ്പോഴും 18ാം നൂറ്റാണ്ടിൽ തന്നെ നിൽക്കുക. ഏതെല്ലാം രീതിയിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ സ്ഥലത്തിട്ടാ ഈ പന്ത് തട്ടി കളിക്കുന്നേ. ഓ ഇനിയിപ്പോ അവിടെ എന്ത് ചെയ്തിട്ടൊരു കാര്യമില്ല. ആര് പറഞ്ഞു? എടോ ഇത് ഗ്ലോബലൈസേഷന്റെ കാലമാ. ലോകത്തിലെ ഏറ്റവും നല്ല 10 ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാ കേരളം. ഇനി അങ്ങോട്ട് ടൂറിസം തന്നെയാ നമ്മുടെ കൃഷി. നമുക്കൊന്ന് പയറ്റാന്നേ പറഞ്ഞു. റിസോർട്ടോ 5 സ്റ്റാർ ഹോട്ടലോ അമ്യൂസ്മെന്റ് പാർക്കോ എന്താ വേണ്ടേ? ഇവിടുത്തെ ലാൻഡ്സ്കേപ്പിന് പറ്റിയ എന്ത് പദ്ധതിയാവാം. സായിപ്പന്മാര് വന്ന് നിരങ്ങുമ്പോഴേ പെടയ്ക്കുന്ന ഡോളർ പെട്ടി വീഴും. അതിനൊക്കെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റും ഫോർമാലിറ്റീസും ഒക്കെ ഇല്ലേ?
എടോ തന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറും 0. ആ സ്ഥലം മാത്രം മതി. പിന്നെ ഫോർമാലിറ്റീസ്. ബാലരാമോ, ഞാൻ ആരാ? ഭരണകക്ഷി MLA ആ. താൻ വെറുതെ ഒന്ന് നിന്ന് തന്നാ മതി. നോർത്ത് ഇന്ത്യന്ന് ബിസിനസ് ടൈക്കൂൺസിനെ ഞാൻ ഇവിടെ വരുത്തും. കുട്ടപ്പായിയാ പറയുന്നേ. ആ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ടെന്ന് അമ്മ പറഞ്ഞു. ആ ഇതാരാ മോളാ? അതെ. എന്താ മോടെ പേര്? അമ്പിളി വർമ്മ. ഓ, ഞങ്ങളൊക്കെ അമ്മുക്കുട്ടീന്ന് വിളിക്കും. ആഹാ, പഠിത്തമൊക്കെ കഴിഞ്ഞോ? ഏയ് പഠിക്കുക. ആ തറവാട് പോയ സ്കൂളിലെ. സ്കൂളിലോ? അതേടോ, ഓരോ ക്ലാസ്സിലും 2ഉം 3ഉം കൊല്ലം ഇരുന്ന് ഉറച്ചുറച്ച് എന്റെ മോളിപ്പോ 10ാം ക്ലാസ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ മിടുമിടുക്കിയാന്നർത്ഥം. എടോ, എനിക്കും ഉണ്ട് ഇതുപോലെ ഒരെണ്ണം. പെൺകുട്ടികൾ പഠിച്ച് പാസ്സായിട്ട് എന്താ കാര്യം? ഒരു വീട് എങ്ങനെ നടത്തിക്കൊണ്ടോണെന്ന് അറിഞ്ഞാ മതി. ഞാൻ അതവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ദേ, ഇവൾക്കും കൂടി വേണ്ടിട്ട് ഒരാൾ അവിടെ ഇരുന്ന് പഠിക്കുന്നുണ്ട്, ലണ്ടനില്. എന്റെ പെങ്ങളുടെ മോൻ. അടുത്ത മാസം അവൻ ഇങ്ങോട്ട് വരും. പിടിച്ചങ്ങോട്ട് കെട്ടിക്കും, അത്ര തന്നെ. ഓരോ കൂടെ ഒഴിക്കടോ. മതി, കൊറേ നേരമായില്ലേ തുടങ്ങിയിട്ട്. എണീറ്റ് വന്ന് വല്ലതും കഴിക്കാൻ നോക്ക്. അയ്യോ പെങ്ങളെ, ഇപ്പൊ പുറപ്പെട്ട നാളെ ഉച്ചക്കെങ്കിലും തിരുവനന്തപുരത്തെത്താം. മറ്റന്നാള് അസംബ്ലി ഉള്ളതാ. അസംബ്ലി? തനിക്ക് വേറെ പണിയൊന്നുമില്ലടോ. എടോ, നാട്ടുകാർക്കോ ഗുണമില്ല, വീട്ടുകാരെങ്കിലും പുഷ്ടി പിടിക്കട്ടോ. എന്തിനാടോ വെറുതെ കിട്ടുന്ന ടീയേം കളയുന്നേ? പാടോ. കണ്ണ് വക്കോലിട്ട് കൊടുത്തിട്ട് ഇപ്പൊ 10 മിനിറ്റ് ആയിട്ടില്ല. അപ്പോഴേക്കും തുടങ്ങി തൊള്ള ഉറക്കാൻ. ഇവരുടെ വയറെന്താ കോലത്തെ 10 കഴുത. കിളിയെ, നീ ആരെ ഈ ചീത്ത പറയണ? ചീത്ത പറയല്ല, കൊല്ല വേണ്ട. ആരെ? ദേ, തൊഴുത്തിൽ നിക്കണില്ലേ 2 പേരും പോത്തുകള്. 50 മുടി വക്കോല് ഒരു ദിവസത്തേക്കില്ല. കിളിയെ, പന്ത് കളി കഴിഞ്ഞിട്ട് അവരാരും ഇങ്ങോട്ട് കണ്ടില്ലല്ലോ ഇതുവരെ. പെങ്ങക്കില്ലാത്ത ആവലാതി എന്തിനാ അയലോക്കത്തെ പെണ്ണിന്? ഞാൻ നിന്റെ ആങ്ങളെ കാണാൻ വന്നൊന്നുമല്ല. എന്റെ അച്ഛൻ ഇതുവരെ കുടിയിലെത്തിയിട്ടില്ല, അതാ. കളി ജയിച്ച തന്തോയത്തിന് കണ്ണി കണ്ടത് കുടിച്ച് വല്ല കല്ലുമേം കെട്ടിപ്പിടിച്ച് കിടക്കണുണ്ടാവും ഇപ്പൊ. അങ്ങനെയാണെങ്കിൽ അയ്യപ്പനുള്ളടത്ത് അവരും ഉണ്ടാവും, തീർച്ചയാ. രണ്ടിനെ ഞാനിന്ന് പോത്താങ്കോലുണ്ട് പുറമടിച്ച് പൊളിക്കണ്ട്. ആ ചാത്തൻ തറയിലുണ്ടാവും, വാ നോക്കാം. പറന്ന കല്ലുമ മറന്ന് ഞാൻ കിടന്നുറങ്ങുമ്പോ ഒടുക്കം പറ്റൊരു ഒടുക്കത്ത കൊതു കൂത്താണ് പിന്നെ മാന്തണ്. ആ കൂത്തല്ല കൊതു മാന്തല്ലേ കൊതു. പാട്ടും കൂത്തും നിർത്തി കുടുംബത്ത് പോലെ ഇപ്പൊ ഒക്കത്തിനും കിട്ടും. എടുക്കിളിയ കളി ജയിച്ചപ്പോ വല്യമ്പ്രാത്തിരി കാശൊന്നും അതിന് ഇത്തിരി കുളം കുടിച്ചു. അതിന് നീ എന്തിനാ കിടന്ന് തുള്ളണല്ലേ? കുടിക്കുകയാണെങ്കിൽ പോട്ടെ, ഇത് കളിയിൽ കുളിച്ചേക്കല്ലേ പിശാചുക്കള്. അതെങ്ങനെയാ വഴി കിടന്ന് പട്ടിനക്കി ചത്തുവാനായി ഇവറ്റകളുടെ യോഗം. വയസ്സന്മാരെ കള്ളുടിപ്പിച്ച് കിടത്തിട്ട് കൊരങ്ങന്മാർ നിന്ന് ഇളിക്കാ. അയ്യപ്പമാമ വേഗം കുടിയിലെത്തിച്ചോ, ഇല്ലെങ്കിൽ ഉണ്ടല്ലോ കല്ല് വെച്ച് വന്നേ. തലയില് വൈക്കോലുള്ള ആളുകളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇപ്പോഴോർത്ത കിളിയെ, നീ നമ്മുടെ മാണിക്കിന് ഞമ്മന് വൈക്കോല് എടുത്താ. കുടിയിലോട്ട് വാ, വൈക്കോല് ഞാൻ തീറ്റിക്കുന്നുണ്ട്. അടുപ്പിൽ ഇന്നലെ ചട്ടും വെച്ചിട്ടുണ്ട് പഴിപ്പിക്കാനായിട്ട്. ചന്തിമ വെക്കാം. അയ്യോ പിടിക്കടാ, അവള് പറഞ്ഞ ചന്തിമ വെക്കും. എന്റെ ചന്തിയെ കൊള്ളാൻ പോണ. കൊണ്ടാവാടി കൊണ്ടാവാടി റോട്ടിൽ ഒരു പാമ്പ്. ഇവിടെ നിന്ന് അടിച്ചു വരില്ലേ? ഇതൊരു ബ്രാലല്ലേ? അല്ല, പാമ്പ്, നീർക്കോലി. പാമ്പ് പുറത്ത് എനിക്ക് ഇഷ്ടമല്ലാതെ നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ തിരിഞ്ഞു കടിക്കാത്ത എന്ത് ചുട്ട് കിട്ടിയാലും വേലിപ്പ് തിന്നും. അതെനിക്കറിയാം. എന്ത് ചെയ്താലും ചോദിക്കാനും പറയാനും ഇവിടെ ആരും ഇല്ലല്ലോ. ഒലക്കെടുത്ത് നിർന്നലക്കിൽ പൊട്ടുതരാ വേണ്ട. നീ എന്താ അങ്ങനെ പറയണല്ലേ? പിന്നെ എങ്ങനെ പറയണമെന്നാ പറയണേ? എന്റെ മോളെ സ്നേഹമില്ലാത്ത പോലെ. ഞാൻ നിന്റെ ചേട്ടനല്ലേ, നീ എന്റെ പെങ്ങളൂട്ടല്ലേ? നീ ഇല്ലാണ്ട് എനിക്ക് ആരുള്ള എന്റെ മോളെ? ഓ പതിവ് ലേലം വിളി തുടങ്ങി. കള്ളു കുടിച്ച് പറ്റാകുമ്പോ മാത്രമേ ഉള്ളൂ ഈ സ്നേഹം. നല്ലോണം ചോറ് വാരത്തുനിന്ന് പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. എനിക്ക് വേറെ പണിയുണ്ട്. എന്തു പരു കിളിയ കിളിയ ഇവിടെ വരാൻ. ഇതിപ്പോ പഠിച്ച് നാളെ രാവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ പോവാ. ഇവിടെ വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഉരുള നീ വാങ്ങി തിന്നില്ലെങ്കിൽ എനിക്ക് ചോറ് വേണ്ട. എനിക്ക് ചോറും വേണ്ട, ചാറും വേണ്ട. നീ ഉണ്ടാക്കിയ പാമ്പ് വറുത്തത് ഇതങ്ങനെ സംഭവിക്കാറില്ലല്ലോ. ഈ സ്കൂളിലേക്ക് പോവാണല്ലേ? അല്ല, കള്ളുഷാപ്പിലേക്ക് പോവാ. എന്തേ പോരുണ്ടോ?
കാലത്ത് തന്നെ നീ എന്താണ്ടിയേ പൂച്ചയെ പിടിച്ച് പട്ടിയുടെ മുഖത്തിട്ട പോലെ. മാമയ്ക്ക് നാണാവില്ലേ ഈ ചെക്കന്മാരുടെ കൂടെ കിറുക്കം വെള്ളം കുടിച്ച് ഛർദിച്ച് വഴി കിടക്കാൻ? ഇജ്ജ കൂടി ക്ഷമി. ഒരു പറ്റ ആർക്കായാലും പറ്റും. ഒരു പറ്റാ ഇത് എത്രാമത്തെ തവണയാ? ദേ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കണ്ട. ആ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ നീങ്ങിക്ക് പോത്തങ്ങട്. നമ്മുടെ ആളവിടെ ഉണ്ടോ? ഓത്തും തിട്ട തിരുവാതിര കളിക്ക് എങ്ങോട്ട് നീങ്ങാൻ. ആഹാ തല പൊന്തിയാ. ഇന്നലെ ഇത്തിരി കൂടുതലായും തോന്നുന്നു. തോന്നണുള്ളൂ. ഇന്നലെ കുടിയിലെത്തിയത് എങ്ങനെയാന്ന് അറിയാമോ? ഇങ്ങനെ ഇന്നലെ വല്യമ്പറം തന്ന കായ് കാണാനില്ല. അതെവിടെ പോയി നിനക്കറിയുമോ? ആഹാ ഇന്നലെ വല്യമ്രാൻ തന്ന കായല്ലേ എന്ന് പറഞ്ഞു പോയേ. എനിക്കൊന്നും ഓർമ്മയില്ല. എങ്ങനെയാ ഓർമ്മ ഉണ്ടാവുക? അച്ഛനെ ചവം പോലെയല്ലേ നട്ടപ്പാതിരക്ക് കെട്ടിയെടുത്തോണ്ട് വന്നേ. ചായയുടെ കാട്ടിയേ. ചായന്റെ ഉള്ള ഒരാൾക്കുള്ളൂ. ഞാൻ എന്റെ രണ്ടാം കൂടിയിൽ ഉണ്ടായതാ. ഇപ്പൊ ചായവെള്ളം തരം പെങ്ങളൂട്ടിയില്ലേ? മറപോലെ വന്ന് വിളിച്ചോണ്ടോണ കാലത്ത് എന്റെ കൈ കൊണ്ട് തിളപ്പിച്ചു തരാം. എന്നാ പിന്നെ കടുപ്പത്തിലൊരു കാറ്റിയായിക്കോട്ടെ. എനിക്കിന്നാ തുള്ളക്കാളിരുന്ന് പച്ച വെള്ളം കിട്ടില്ലെന്ന് ഉറപ്പാ. കാപ്പിക്ക് പൊടിയിരിപ്പുണ്ടോന്ന് നോക്കട്ടെ. അല്ല നീ എന്റെ ആളെ പട്ടിണിക്കിട്ട് കൊല്ലാൻ പോവാ? ഓ നൊന്തു അല്ലേ? പട്ടിണിക്കിടയല്ല വേണ്ട കള്ളുടിച്ചോരോ കോപ്രായങ്ങള്. തിന്നാൻ വെച്ച ചോറിന്റെ മോളിൽ കിടന്ന ആൾ ഉറങ്ങിയത്. പോട്ടെ ഇനി തെക്കേപ്പാട്ടെ പണിയും കഴിഞ്ഞ് ക്ലാസ്സിൽ ചെല്ലുമ്പോ നേരം വൈകിയ ആ കണക്കെടുക്കണ കാറാച്ചെന്റെ കുടലെടുക്കും. വിനു ഇടിയഞ്ച് കൊണ്ടാലെന്താടാ? നല്ല മണി പോലത്തെ ചക്കപ്പഴം തിന്നാന്ന് പറഞ്ഞോലല്ലേ നമ്മുടെ കാര്യം. കളി തോറ്റെങ്കിൽ പോട്ടെ, പക്ഷെ 10,000 റുപ്പീസ് ഞാൻ അടിച്ചു മാറ്റിയില്ലേ? അതെങ്ങനെ? സിമ്പിൾ. നമ്മുടെ ഫുട്ബോൾ ടീമിനെ ഇമ്പോർട്ട് ചെയ്ത വകയിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്. ബെസ്റ്റ്. ഏട്ടന്റെ അനിയൻ കോന്തക്കുറുപ്പ് തന്നെയാണ് സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ നമുക്ക് വിടല്ലേ? എവിടേക്കടാ? ഊട്ടിക്ക്. ഓ ഊട്ടിപ്പെട്ടണം എന്താടാ സൂപ്പർ ശകുനം. ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ ഇങ്ങനെ ഏതാടാ ഈ പച്ചക്കച്ചോണ്ടി? നോക്കാം. കൊത്തല്ലേ? കൊത്തിക്കോ എനിക്കും കൂടി വെച്ചേക്കണം. ഓ എന്താടിയെ നോക്കി പേടിപ്പിക്കുന്നേ? ഇവിടെ കോളനിയിലുള്ളതാ. കുറച്ചു നാളായിട്ട് ഞാൻ നോട്ടോട്ട് വെച്ചിരിക്കുക. എന്താ പോരുന്നോ? ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങിട്ട് വരാം. ഇങ്ങ് വാ മോളെ, പേടിക്കണ്ടെന്നേ. വാ നമുക്കൊന്ന് അടിച്ചു പൊളിച്ചു വരാം. നാശം. ആ പെണ്ണിനെ ഇതുവരെ കണ്ടില്ലാലോ. അവളിത് എവിടെ പോയി കിടക്കുക? എവിടെ പോവാനാ? തിന്നണ നേരം ആവുമ്പോ കേറി വന്നോളും. പണി എടുക്കാനൊന്നുമല്ല ആസത്ത് വരണം എന്നുള്ളത് തമ്പ്രാട്ടിക്ക് അറിയാലോ. വെളിച്ചായപ്പോഴേക്കും അമ്മാള് കുണിച്ചും തുടങ്ങിയല്ലോ. അവള് പഠിക്കാൻ പോണ കുട്ടിയല്ലേ, വൈകണിന് എന്തെങ്കിലും കാരണം ഉണ്ടാവും. പെറ്റ തള്ളിക്ക് കാണില്ല ഇത്രയും സ്നേഹം. പറയുമ്പോ തേനൊലിക്കല്ലേ. ഇന്നിനി മിറ്റടിക്കാൻ അമ്മാളിനെ കിട്ടുന്ന ആരും കരുതണ്ട. തമ്പുരാട്ടി. ഓ കെട്ടിലമ്മ എഴുന്നള്ളുണ്ട്. തമ്പുരാട്ടി. ആഹാ പറഞ്ഞു നാവെടുത്തേയുള്ളൂ, അപ്പോഴേക്കും എത്തിയല്ലോ. നിനക്ക് 100 ആയുസാ. ചാവാണ്ടെത്തിയത് ഭാഗ്യം. എന്താ പറ്റിയത്? വഴി കൂടെ നടക്കണവരെ ജീപ്പ് പിടിച്ച് കൊല്ലാൻ നോക്കിയാ തമ്പുരാട്ടി ആണെങ്കിൽ എന്താ ചെയ്യാ? കൊല്ലാൻ നോക്കിയേ? ആര്? വേറെ ആരാ? അമ്പാടി തമ്പുരാൻ. പിന്നിലിട്ട് ജീപ്പ് ഓടിക്കാ മനുഷ്യനെ പേടിപ്പിക്കാൻ. എന്താ ചെയ്യേണ്ടെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടൊന്നുമല്ല. അത്രയുള്ള കാര്യം. അവനൊരു തമാശ കാട്ടിയതാവും. പിന്നെ തമാശ. കാശും പണം ഇല്ലാത്ത ആൾക്കാരുടെ അടുത്തല്ലേ അവരുടെ വേണ്ടാതീനം പറ്റൂ. അപ്പൊ എന്റെ അടുത്ത് ഈ ചൂലുണ്ടായിരുന്നെങ്കിൽ. പുരാണം പറഞ്ഞ് നേരം പോയി. വല്ലതും വാങ്ങിക്കഴിച്ച് സ്കൂളിൽ പോവാൻ നോക്ക്. കിളി ഇന്നിനി അടിച്ചു വരാൻ നിക്കണ്ട. വേണ്ട ഞാൻ അടിച്ചു വാരിട്ടേ പോന്നുള്ളൂ. ആ അടുക്കള മുത്തിയുടെ വായിരിക്കുന്നത് കേൾക്കാൻ വയ്യ. എന്താ പറഞ്ഞേ? ഓ ഒന്നും ഇല്ല എന്റെ ശൂത്രമ്മേ. അടുത്ത ആഴ്ച ദേവൻ തമ്പുരാൻ വരണ്ടെന്ന് പറഞ്ഞതാ അല്ലേ തമ്പുരാട്ടി? ഇക്കൊല്ലം മഴ ചതിച്ചൂല്ലോ എന്റെ മെമ്പറെ. മഴ പെയ്യാത്തൊരു പഞ്ചായത്ത് മെമ്പർക്ക് എന്ത് ചെയ്യാൻ കഴിയണ്ട അയ്യപ്പൻ ചേട്ടാ? ഞാറ്റുവേല തീരാറായി. തിരുവാതിരയും തിരുതകൃതിയും പറഞ്ഞിട്ടെന്താ കാര്യം? കുറുംകുട്ടിയും ചാത്തനും ഒന്ന് കണ്ണു തുറന്നിരുന്നെങ്കിൽ. അല്ല അയ്യപ്പെട്ട, എനിക്കൊരു സംശയം. ഈ മഴയും കുറുംകുട്ടിയായിട്ട് എന്താ ബന്ധം? കാര്യം പറയുന്നതിനിടയ്ക്ക് തമാശ പറഞ്ഞാ നിന്റെ ചെള്ളക്കിട്ടിയാൻ പൂശി. അതെന്തിനാ ചൂടാവണേ? പറഞ്ഞതൊക്കെ ഞാൻ തിരിച്ചെടുത്തു പോരെ. ഇഷ്ട പള്ളി തിരിച്ചു കോത്ത് കയറുവാടാ കോപ്പേ. അത് നാട്ടിൽ ആൾക്കല്ലേ ഉള്ളൂ. പഠിപ്പുള്ള കുട്ടിയല്ലേ ഈ ആഴ്ച മഴ ഉണ്ടാവോ? എന്താ സംശയം?
Rain, rain, go away. Come again another day. Little കിളി wants to play. എന്ന് വെച്ചാ എന്താ മനസ്സിലാവണോ പറ കുട്ടിയെ? നാളെ പെയ്യില്ല, പക്ഷെ മറ്റൊന്ന് ഉറപ്പായിട്ടും പെയ്യും. കിളി പറഞ്ഞതാ പെരക്കില്ല. അതവളെ സ്കൂളിൽ പഠിക്കണ പാട്ട് പാടിയതാ. എന്താ മെമ്പർക്ക് ഇത്ര സംശയം? ഇല്ലെങ്കിൽ നിങ്ങൾ നോക്കിയോ, തീർച്ചയായിട്ടും പെയ്യും. പെയ്തില്ലെങ്കിൽ പാതി മീശ ഞാൻ പഠിക്കാം. ചേച്ചിക്ക് അവിടെ മീശ? എന്റെ അല്ലട പൊട്ട, മെമ്പറുടെ മീശ. അയ്യേ, എന്താ കുട്ടിയമ്മ ഇത്? നിനക്കൊന്ന് മാറി നിന്നോടെ. വായിക്കത്ത് മുറുക്കാനുണ്ടെന്ന് പറയണ്ടായിരുന്നോ? അത് പറയാനാ വാ തുറന്ന്. ഇത്രയും നേരം കാണാതിരുന്നപ്പോ ഞാൻ കരുതി ഇന്നിനിപ്പോ വരില്ലായിരിക്കുമെന്ന്. കണക്ക് പേരുടെ ഉള്ളതുകൊണ്ട് മടി പിടിച്ചിരിക്കുന്നു. പക്ഷെ വീട്ടിലെ ഹെഡ് മാസ്റ്റർ സമ്മതിക്കണ്ടേ? വീട്ടിലാരാപ്പ ഹെഡ് മാസ്റ്റർ? മുത്തശ്ശൻ. അല്ലാണ്ടാര്? നീ ബുക്ക് ഇങ്ങോട്ട്. ഞാൻ ഹോംവർക്ക് ഒന്നും ചെയ്തിട്ടില്ല. അതിപ്പോ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ, ഞാനൊന്ന് ഹോംവർക്ക് ചെയ്യാൻ മറന്നു. തമാശ വേണ്ട, എടുക്കണേ ബുക്ക്. അപ്പൊ ടീച്ചറെ പേടിയുണ്ടല്ലേ? പേടിയില്ലാതെ പിന്നെ ആ കാരാച്ചിയുടെ കണ്ണുരുട്ടിലും ദേഷ്യം വരലൊക്കെ. ഓ, എനിക്ക് വയ്യേ. എന്നാ എഴുതിക്കോ. നിക്ക് പേന എടുക്കട്ടെ. അയ്യോ, ഹായ്, ഇതെന്താ പുതിയൊരു സാധനം? മുത്തശ്ശന്റെ അടുത്തുനിന്ന് ചൂണ്ടിയതാ, അരഞ്ഞിട്ട് പുകയില. ഇന്റർവെൽ ഇത് കൂട്ടിട്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ. പിന്നെ കണക്ക് ക്ലാസ് കഴിയുന്നത് അറിയില്ല മോളെ. തുടങ്ങ്. കർണവർഗം സമം പാദവർഗം അധികം ലംബവർഗം. ഈ നശിച്ച വർഗം കണ്ടുപിടിച്ച ആളുടെ മോന്തയ്ക്കൊന്നും കൊടുക്കണം. അയ്യോ, ഒന്ന് വേഗം എഴുതേണ്ട കുട്ടിയമ്മ. ഇല്ലെങ്കിൽ ഇന്ന് 1ാം പീരീഡ് വൈകും, 2ാം പീരീഡ് നേരത്തെ ആവും. അയ്യടാ, ഭയങ്കര തമാശ. പറയടി വേഗം. കിളിയുടെ നാവ് പൊന്ന, കാറ് കൊണ്ട് കയറണ കണ്ടില്ലേ? മഴയുടെ താളം, കിളിമതിയുടെ മേളം, മനസ്സിൽ കന്നിപ്പൂമഴ. ഓ, ചിനുചിനയല്ലി തേന്മഴ. മഴയുടെ താളം, കിളിമതിയുടെ മേളം, മനസ്സിൽ കന്നിപ്പൂമഴ. ഓ, ചിനുചിനയല്ലി തേന്മഴ. കരിമുകിലെ മാനത്തെ പണി കടന്നുവായോ, ഇടിപിടിന്ന് താഴത്തെ വയലിലൊന്നുവായോ, മയിലാക്കുയിലാമണിയ തോടിറങ്ങി വായോ. മഴയുടെ താളം, കിളിമതിയുടെ മേളം, മനസ്സിൽ കന്നിപ്പൂമഴ. ഓ, ചിനുചിനയല്ലി തേന്മഴ. ചൂരാണേ മാറന്റെ മാറിൽ ചായല്ലേ തോരാതെ പാടുന്ന പെണ്ണേ. ചൂരാണേ മാറന്റെ മാറിൽ ചായല്ലേ തോരാതെ പാടുന്ന പെണ്ണേ. ഇളനീർ തൈലം നീ തുളിച്ചുവോ, മിഴിയിൽ മാനം പൂവിടർത്തിയോ. മഴവില്ലേ തെളിയല്ലേ മനസ്സിൽ ഇന്നൊരേ മഴ. പാളക്കൊണ്ടു നീര് കോരിയാടി നിൽക്കല്ലേ, ഏറുപൂട്ടി ഉച്ചയാണ് നീ മറക്കല്ലേ. മഴയുടെ താളം, കിളിമതിയുടെ മേളം, മനസ്സിൽ കന്നിപ്പൂമഴ. ഓ, ചിനുചിനയല്ലി തേന്മഴ.
One step up and one step down. That is the way to London town. ഒരാൾ ഇംഗ്ലണ്ടിൽ നിന്ന് വരുന്നെന്നും പറഞ്ഞ് എന്തൊക്കെയാ ഒരുക്കങ്ങള്. കണ്ണമ്പഴം ഇല്ലെങ്കിൽ പുട്ടിറങ്ങില്ല, ചായയും പഞ്ചസാരം വേറെ വേറെ പാത്രത്തിൽ വേണം. ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. കൈ കൊണ്ട് എടുക്കാൻ ഇറക്കണ സാധനങ്ങള് കോലുകൊണ്ട് കുത്തി തിരുന്നവരുടെ അടുത്തുന്നല്ലേ വരവ്. നീ എന്താ പെണ്ണെ കിടന്ന് ചലക്കണേ? One step up and one step down. That is the നീ way ഇവിടെ തുള്ളിക്കൊണ്ട് to നിന്നോ. London. ദേ ആളിങ്ങെത്തി. അയ്യോ സാഹിബ് എത്തിയോ? അടുക്കള മുത്തിന്ന് വീഴും. One step up and one step down. ആഹാ, നല്ല ബെസ്റ്റ് കണി. അമ്മ ഇത് പ്രത്യേകം പറഞ്ഞ ഏർപ്പാടാക്കിയതാണോ? ഏത് ഈ ചൂല് ചൂലുകൊണ്ടാ. ആ ലഗിങ് ഇറക്കി. പിന്നെ സാഹിബുമാരൊക്കെ ചൂലുകൊണ്ടല്ലാണ്ട് മൂക്കൊണ്ടല്ലേ അടിച്ചു പറഞ്ഞു. അയ്യേ, എന്റെ സാവിത്രി കുട്ടി കരയാ. അമ്മ മനസ്സിൽ കണ്ടാ മതി. അപ്പ ഇങ്ങടെ എത്തുന്നു പറഞ്ഞു പോയ ആളാ. എന്നിട്ട് ഇപ്പൊ എത്ര കാലായി ഞാൻ ഡെയിലി വിളിക്കാറില്ല അമ്മേ. ഫോൺ അതെനിക്ക് കാണുന്നത് തന്നെ കലിയ. വന്ന കാലിമ നിൽക്കാൻ ഈ സായിപ്പിന്റെ കുപ്പായൊക്കെ അഴിച്ചു വെച്ച് കുളിക്കാം. നല്ല അസല് ചിരട്ടപ്പൊട്ടും കണ്ണമ്പഴം ഉണ്ട്. വാ മോനെ. വരോ? തിന്നാൻ വേണ്ടി വന്നിരിക്കാ തടിയൻ. ഈ കണ്ട ദൂരമൊക്കെ വിമാനത്തിൽ കയറി. ആ, ഛെ, ദേ പിന്നെയും ചൂല്. എവിടെ നിട്ടി അമ്മ ഈ പോത്തുങ്കണ്ണിയെ? പോകുമ്പോ ഇത്ര തടി ഉണ്ടായിരുന്നില്ല, നല്ല നിറവും വെച്ചുട്ടോ. പക്ഷെ അമ്മാളും അമ്മയ്ക്ക് മാത്രം ഒരു മാറ്റവും യു സ്റ്റിൽ യങ്. പിന്നെ നിത്യകന്യകയില്ലേ? You are still young. I also know English very well. We know that roads are convenient when we want to get from place to place, and bad roads damage the motors that use them. ഈ പെണ്ണിന് എന്താ തലയ്ക്ക് വട്ടായോ? What? Very beautiful face, young lady. അയ്യാ കണ്ടാലും മതി. പോത്തുങ്കണ്ണി അത്ര പോത്തുങ്കണ്ണി. വേലുവേ, നമുക്കിന്നൊരു പടം കാണാൻ പോയാലോടാ. ഞാനില്ലടാ കൊയിലോ. നാള് പറ്റി ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോയിട്ട് കുടി ചെല്ലുമ്പോ ഇവിടെ കിളിണ്ട് ചെമ്പായിട്ട് വാളെടുത്തില്ല അത് മാത്രം. അവളെ കാണുമ്പോ ഇവനെ മുട്ടു പറക്കും. അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കാ വേലുവേ, ആ പെണ്ണ് നിന്റെ ആരാ? തള്ളയോ അതോ പെങ്ങളോ? ചിരിപ്പിച്ച് കൊല്ലല്ലേ, ആർക്കൊന്നും അറിയാൻ പാടില്ലാത്ത പോലെ. വേലുവേ, ആ. പാടത്ത് ഉൾവടുന്നപ്പോ കാലത്തൊരു വണ്ടി പോലെ കണ്ടില്ലേ? അതിലാരാരെന്ന് അറിയൂ? ആരാ? നമ്മുടെ തെക്കപ്പാട്ട കൊച്ചമ്പ്രാൻ. ദേവൻ തമ്പുരാനോ? ആരാ പറഞ്ഞേ? നമ്മുടെ സുപ്രൻ തെങ്ങിന് തടവെടുക്കാൻ ചെന്നപ്പോ പച്ചയ്ക്ക് കണ്ടുന്ന്. കൊച്ചമ്പരാ, കറുത്തത് മോള് വെളുത്തത് മോളൊരു പെണ്ണ് വെള്ളിലന്താളിയുടെ പേര് കളയണ പെണ്ണുങ്ങൾ ഇങ്ങനെ പൊന്നെ കുന്നംകുളത്തുള്ള അങ്ങാടിയിലും കണ്ടു ആലപ്പുഴയിലും കണ്ടു. എങ്ങോട്ടാ? പെണ്ണ് കാണാനാ? നീ ഇന്ന് തെക്കപ്പാട്ടിക്ക് പോയില്ലേ? ലണ്ടനിൽ നിന്ന് കൊച്ചമ്പ്ര വന്നിട്ടുണ്ടെന്ന്. ഓ അത് ശരി. ആ തീറ്റ പണ്ടാരത്തിനെ കാണാനാ ഈ ഉടുത്തേട്ടി പോണത്? ഈ കുപ്പായിടല്ലേ പതിയിലെ മുടിയാട്ടത്തിന് ഇടാൻ വേണ്ടി വെച്ചതാ. അയ്യടാ, കെട്ടിയൊരുങ്ങി പോയി കാണാൻ പറ്റിയ ഒരാളും. തമാശ കളിക്കാണ്ട് അതിങ്ങോട്ട് തന്നേൻ. നിന്നോടാ പറഞ്ഞ അത് ചുളിക്ക് കൂട്ടില്ലെന്ന്. തെക്കേപ്പാട്ട് പോയി ആ പിശാചുമോറിനെ കാണാനാണെങ്കിലേ ഈ ഷർട്ട് ഞാനിപ്പോ തരുന്ന പ്രശ്നമില്ല.
എനിക്ക് മനസ്സില്ല. എന്നാ മേടിക്കുന്നത് കാണട്ടെ. അയ്യോ, ഓടിക്കളിക്കുക. ഞാൻ തരില്ല. തരില്ലെന്ന് പറഞ്ഞില്ല. അയ്യോ. എന്താണ് ഒച്ചയും വിളിയും ബഹളോ? ആങ്ങളെയും പെങ്ങളും കൂടി ഉണ്ടച്ചണ്ട കളിക്കാ. പിന്നെ തുണ്ടച്ചണ്ട എടുക്കില്ല തരാനാ പറഞ്ഞ. ഇല്ല, ഞാൻ തരില്ല. അങ്ങോട്ട് പോണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. എനിക്ക് ഇഷ്ടമല്ല അയാളെ. ഒരു വിടക്കേട്ട സാധനം. ആരുടെ കാര്യം ഈ പറയണേ? ദേവൻ തമ്പുരാൻ വന്നൂന്ന് 8-10 കൊല്ലായില്ലേ പോയിട്ട് കാണാനുള്ള കൊതി കൊണ്ട് ഇറങ്ങിയതാ. അപ്പഴാ അവളുടെ ഒരു കൊഞ്ചിക്കളി. അതിങ്ങോട്ട് തരാനാ പറഞ്ഞു. ഇന്നോ പൊക്കി എവിടേക്കാന്ന് വെച്ച. നീ ഇങ്ങനെ കൂട്ടി കുറിക്കാൻ നിലവിളിക്കാൻ ഇടുപ്പ് എന്താ ഉണ്ടായ കളിയെ? അയാൾ എന്നെ എന്താ വിളിച്ചെന്ന് അറിയോ മാമയ്ക്ക്? എന്താ വിളിച്ചേ? പോത്തും കണ്ണീന്ന്. അങ്ങനൊക്കെ കൊച്ചമ്പ്രാൻ പറയോ? അപ്പൊ ഞാൻ പറഞ്ഞത് കള്ളോ അല്ലേ? എന്നെക്കാ വലുത് അയാൾ ഇറങ്ങി പൊക്കി ആളുടെ കൂടെ. ഞാൻ എവിടെങ്കിലും പോയി ചത്തോളാം. എന്താ പറ്റി കുട്ടിക്ക്? കിളിയെ അവക്ക് അത്ര ഇഷ്ടമല്ലെന്ന് വെച്ചാ ഈ തൽക്കാലം കൊണ്ട് പോകാണ്ടിരുന്നാ തീർന്നില്ലേ? വന്നൂന്ന് അറിഞ്ഞിട്ട് കാണാതിരുന്ന ഇരിപ്പ് ഉറക്കില്ല ഈ മാമ. നീ ഇങ്ങനെ തിക്കും തിരക്കുണ്ടാക്കി അങ്ങോട്ട് ചെല്ലുമ്പോ തിരിച്ചറിയാൻ അങ്ങോട്ട് നിന്നെ ഓർമ്മ ഉണ്ടാവണമെന്നുണ്ടോ? അങ്ങനെ വരൂ. കുട്ടിക്കാലത്തെങ്ങാണ്ടോ ഒന്നിച്ച് കളിച്ച് നടന്നവരാന്ന് വെച്ചിട്ട് നീ വെറുതെ. അവരൊക്കെ എത്ര ലോകം കണ്ടിരിക്കണു, എത്ര ആൾക്കാരെ കണ്ടിരിക്കണു. ഇനി അഥവാ അങ്ങോർക്ക് നിന്നെ ഓർമ്മയുണ്ടെങ്കിൽ ഇങ്ങോട്ട് വന്ന് കണ്ടോളും. ശരിയാ, ഞാനാ മണ്ടൻ. പോണ്ടല്ലേ? മുത്തച്ചോ? മനസ്സിലായില്ല. ആരാ? കുറച്ച് കിഴക്കൂന്നാ. ആയിക്കോട്ടെ. അതിന് ആയിക്കോട്ടേക്ക് എത്ര വാലുണ്ട്? ആയിക്കോട്ടേക്ക് എത്ര വാലുണ്ടെന്ന്. ആ കോഴിക്കോട് ഞാൻ തലയിട്ട് നോക്കണം. അമ്പോ, ഭയങ്കര ദേഷ്യത്തില എന്റെ മുത്തച്ഛൻ. വേണ്ട വേണ്ട, 5-8 കൊല്ലം കൂടെ വന്നിട്ട് വലിയ സ്നേഹമൊന്നും കാണിക്കണ്ട. എന്താ എന്റെ മുത്തച്ഛ? ഇങ്ങനെ ഉച്ചയ്ക്ക് തെക്കപ്പെട്ടെത്തിയല്ലേ നീ? ഇതുവരെ എന്തെടുക്കായിരുന്നു? ഒന്നും പറയണ്ട മുത്തച്ഛ, പറ്റിപ്പോയി. വന്നോ? അല്ല അമ്മായി, വന്നു കയറിയപ്പോ ദാ ഇരിക്കണു ചിരട്ടപ്പൊട്ടും കണ്ണമ്പോഴും. വയറ് വേണ്ട വേണ്ടാന്നും വാ കൊണ്ടുവന്നു. പിന്നെ വാതനങ്ങ് ജയിച്ചു. രണ്ടും കൂട്ടി ഞാനൊരു പിടി അങ്ങ് പിടിച്ചു. ഒന്ന് മയങ്ങിയിട്ട് ഇറങ്ങാന്ന് വിചാരിച്ച് കിടന്നതാ. ഓണന്നപ്പോ നട്ട പാതിര. യാത്രാക്ഷീണുണ്ടെന്ന് കുട്ടികളും കുത്തിപ്പോക്കാൻ ആവുന്ന ശ്രമിച്ചതാ ഞാൻ. എവിടെ പോത്തുപോലെ കെട്ടിമലച്ച് കിടന്ന് ഉറങ്ങായിരുന്നില്ലേ? മുത്തശ്ശ മാത്രല്ല കേട്ടോ, വേറൊരാളും കൂടി പിണങ്ങിയിരിക്കണ്ടേ. ആര്? നമ്മുടെ അടുക്കള മുത്തിയോ? അല്ലണ്ടാരാ, വന്ന ഉടനെ നീ കാണാൻ എത്തിയില്ലെന്നും പറഞ്ഞ് കുളിയും ജപമൊക്കെ വെടിഞ്ഞ് മുറിയടച്ച് പൂട്ടിയിരിക്കുക പെണ്ണ്. ഇന്നലെ മുതൽ ഒരു വസ്തു കഴിച്ചിട്ടില്ല അവള്. അത് സാരില്ല, അവൾക്കും കൂടുള്ള വീതം ഞാൻ കഴിച്ചിട്ടുണ്ട്. ആ എന്നാലും വെറുതെ വിടാൻ പറ്റില്ലല്ലോ, എന്റെ പെണ്ണല്ലേ. ഒന്ന് കണ്ടിട്ട് വരാം. നീ എന്തായി നോക്കി നിൽക്കുന്നേ? നല്ല കട്ട തൈരിപ്പില്ലേ? ഉണ്ട്. നല്ലപോലെ പഞ്ചസാരയിട്ട് എടുത്തോളൂ. ദേവന് വലിയ ഇഷ്ടാ. വരൂ എടുത്തി. അതെ, എടുക്കുമ്പോ ഒരു ഗ്ലാസ് ആക്കണ്ട, 2 ആക്കിയോട്ടെ. ദേവന് ചാരി നിന്ന് മധുരം കഴിക്കാനുള്ള സൂത്രാണല്ലേ? എനിക്കല്ല, സാവിത്രിക്കാലോ. അമ്മോ, വാതിലോർക്ക്. ഇത് ഞാനടി. എടി തമ്പുരാട്ടി, വാതിലോർക്ക്. എടി കഴുതേ, വാതിലോർക്ക്. 5 വരെ ഞാൻ എണ്ണും. അതിനുള്ളിൽ വാതിൽ തുറന്നില്ലെങ്കിൽ പിന്നെ എന്നെ മഷിയിട്ട് നോക്കിയാൽ കിട്ടില്ല. ഞാൻ എണ്ണാൻ പോവാ. 1, 2, 3. എന്താടി കുരങ്ങി? വേണ്ട, എന്നെ തൊടണ്ട. ഇടി അതല്ല, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേൾക്കണ്ടെന്നേ. എന്ന് പറഞ്ഞ എങ്ങനാ? നെരുപ്പണക്ക് ഞാൻ മാറ്റിത്തരും കേട്ടോ. മുത്തച്ഛ, ഞാൻ നീ ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്കറിയാം ഇത് ഒപ്പിക്കും. അതല്ല, ഇവളെന്റെ അടുത്ത് പിണങ്ങി. ഓവേ, ഞാനും ഈ പ്രായമൊക്കെ കഴിഞ്ഞ ഇവിടം വരെ എത്തിയത്. എന്റെ അല്ലേ കൊച്ചു നീ? അതെ അതെ. 4 ആള് കാങ്ക ഇവിടെ കൈ പിടിച്ച് അങ്ങോട്ട് തരും. അത് കഴിഞ്ഞ് മതി ഈ ഉരുട്ടിപ്പിടുത്തമൊക്കെ. അത്രേ ഉള്ളൂ. ഒന്നേ വാ. ഞാൻ പറഞ്ഞോളാം. ഇതാ നേർവഴി. ഈ പാരാന്നൊക്കെ കേട്ടിട്ടുണ്ട്. വടിയും കുത്തി പിടിച്ചോളൂ പാര. ഇത് ആദ്യമായിട്ട് അടിയുള്ളൂ. അടിക്ക് ഞാൻ. നീയേ
വല്ല മദാമ്മമാരെ കെട്ടിക്കൊണ്ട് വരുമോന്നാ ഞാൻ പേടിച്ചത്. എന്നാൽ അതൊന്നും ഉണ്ടായില്ല. അങ്ങനെയാണെങ്കിലേ മദാമനെ തൊലി പൊളിച്ച വേലത്തിട്ട് ഉണക്കിയാണ് ഞാൻ. പിന്നെ എന്നാ ഒന്ന് കാണണമല്ലോ. ആ. നീ ലണ്ടനിലേക്ക് 2 ടിക്കറ്റ് നോക്കി. എങ്ങനെ ഓക്കെ, അവിടെ ഒക്കെ ഒന്ന് കറങ്ങി തിരിച്ചു പോരുമ്പോ ഒരുത്തേം കൊണ്ടിങ്ങി പോരാ. അതെ, അവിടെ ആ ഒരു സംശയം. ഈ ഒരുത്തി എന്ന് പറഞ്ഞത് എനിക്കോ അതോ മുത്തച്ഛനോ? അവനെ ഞാൻ മനസ്സിലായോ? എടാ, അത് നിന്റെ പഴയ വേലുവാ. വേലു? ഡാ വേലു, ഡാ വേലു, നിക്കവിടെ. നിനക്കെന്നെ മനസ്സിലായില്ലേ? ഇത് ഞാനാടാ, കൊച്ചമ്പ്രാൻ. നീ ആകെ തടിച്ച് കൊഴുത്തു പോയല്ലോടാ. കണ്ടിട്ട് മനസ്സിലായില്ല എനിക്ക്. നേരത്തെ പിടിച്ചാണായി. ആയിക്കോട്ടെ, അതിനെന്താ, നീ വാ ചോദിക്കട്ടെ. ദാ വേലു, ചാണകം കോരാൻ വന്നിട്ട് കത്തിക്കളിച്ച് നിൽക്കാ. ആ ബാലമാമേ, കൊള്ളാം, നിനക്കിപ്പോഴും ആ പഴയ സ്വഭാവം മാറിയിട്ടില്ല അല്ലേ? വേലു എന്റെ പഴയ കൂട്ടുകാരനല്ലേ? അത് തന്നെ പറഞ്ഞേ. കുട്ടിക്കാലത്ത് നിനക്ക് ഇവറ്റകളൂടെ കെട്ടിമറിയാനായിരുന്നല്ലോ ഇഷ്ടം. പുറത്തു പോയി പഠിച്ചിട്ട് വരുമ്പോഴെങ്കിലും നിന്റെ സ്വഭാവം മാറുന്നു കരുതി. എവിടെ, പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിൽ കിടന്നാലും അത് നിവരുവോ? നിവരില്ല. പട്ടിയുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കണം. സൃഷ്ടിച്ചപ്പോ തന്നെ ദൈവം ഓരോ ജീവിക്കും ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ട്. അത് കഷ്ടപ്പെട്ട് വളയ്ക്കാനും നിവർക്കാനും ഒന്നും നമുക്ക് അവകാശമില്ല. ആ, ഇത് തന്നെയാണ് കുഴപ്പം. വളം വെച്ചു കൊടുക്കാൻ ഒരാളുണ്ടല്ലോ, പിന്നെ എങ്ങനെ നേരാവുന്നത്? നീ ഇരിക്കേ, ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. ശരി മാമ. ആ, ലസി വന്നല്ലോ. ആ, ദേവന് ഇഷ്ടമുള്ള സാധനല്ലേ, ആദ്യം അവന് കൊടുക്കട്ടെ. അതെ, മുത്തശ്ശ, ഒരു ദിവസം ഇത്തിരി മധുരം കഴിച്ചെന്ന് വെച്ച് ഒന്നും സംഭവിക്കില്ല. ആ, കണ്ട, ഇതാണ് സ്നേഹം. ഇത് ഉപ്പാണല്ലോടി. കിളിയേ, മാറുപറ്റി അവിടുന്ന്. കിളിയേ, എവിടെ ഈ പെണ്ണ്? കിളിയേ, മൂന്തി നേരത്തെ ഈ പെണ്ണ് എവിടെ പോയി കിടക്കാ? കിടന്ന് കൂവണ്ട, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എടി, ഞാനിന്ന് കൊച്ചമ്പ്രാനെ കണ്ടു. കാണാനായിട്ട് ആളെന്താ കാശ് ബംഗ്ലാവ് കിടക്കണ കാണാമോ? കാണുക മാത്രല്ല, എന്നെ കണ്ടപ്പോ ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ചെയ്തു. ഓ, മുതുകാച്ചിനോണ. സത്യമായിട്ടും കെട്ടിപ്പിടിച്ചു. വിശ്വാസായില്ലേ നോക്കിയാൻ, തമ്പ്രാൻ പൂച്ച സെന്റിന്റെ മണം ഇപ്പോഴും ഉണ്ട്. എനിക്ക് ഇവിടെ മണക്കാനും പിടിക്കാനൊന്നും നേരമില്ല. കല്യാണി, ഒന്ന് മണത്ത് നോക്കിയടി. അയ്യടാ, ഒന്ന് മണത്ത് നോക്കിയിട്ട് അവളൊന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഇപ്പൊ വേണ്ട. ആ, പറഞ്ഞതിന് മുമ്പ് തിത്തൈ പറഞ്ഞു തുടങ്ങിയോടാ. അതൊന്നുമല്ല മാമ, വേണ്ട മരുമോനെ. ഞാൻ കൊച്ചമ്പ്രാനെ കണ്ട കാര്യം പറയായിരുന്നേ. മാമനല്ല പറഞ്ഞു എന്നെ കണ്ട ഓർമ്മ ഉണ്ടാവില്ലാന്ന്. ഒന്ന് മണത്ത് നോക്കിയാൻ, തമ്പ്രാന്റെ സെന്റിന്റെ മണ. അയ്യേ, എന്താടാ ഇല്ലാണ്ടില്ല, ചാണകോറിലായിരുന്നു പണി. എന്റെ മാമ, ഞാനിത് എങ്ങനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാം. മുല്ലമായ മുള്ളി കിടക്കണ സാധനമായം. അങ്ങനെ പോകൂല. എന്താ കുട്ടിയെ പതിവില്ലാണ്ട് വെളുപ്പം കാലത്തൊരു വരവ്? അയ്യേ, എന്താ കാട്ടിയേ? ഇപ്പൊ അടിച്ച് വൃത്തിയാക്കിയല്ലേ ഉള്ളൂ. അത് സാരയില്ല, ഒരു പ്രാവശ്യം കൂടെ അടിച്ചാ മതി. ഇവിടെ പെരുത്ത് പണിയൊന്നുമില്ലല്ലോ. കിളിമതിയില്ല അകത്ത്. കിളിമതിയോ? കെട്ടില്ലമ്മ പറ. പരീക്ഷയാണെന്ന് പറഞ്ഞ് ലീവ് എടുത്തിരിക്കല്ലേ? ശേ, 1-2 സംശയങ്ങളുണ്ടായിരുന്നു. എന്ത് സംശയം എന്റെ അമ്മക്കുട്ടിക്ക്? ഞാൻ പറഞ്ഞെന്നാ മതിയോ? അമ്മായി, അമ്മക്കുട്ടിയെ വൈദ്യരോടും വക്കീലിനോടും അമ്മായിയോടും നുണ പറയരുതെന്നാ പ്രമാണം. ഓ, ഈ ലിസ്റ്റിൽ അമ്മായി എങ്ങനെ കയറി പറ്റിയേ? ഇങ്ങോട്ട് പാടി, ഞാൻ പറഞ്ഞുതരാം. അവളുടെ ഒരു സംശയം. അതെ, സംശയം തീർക്കേണ്ട ആള് ഇതുവരെ എഴുന്നേറ്റിട്ടില്ല. ചെന്ന് കുത്തിപ്പോക്ക്. ചെല്ല് ചെല്ല്. അപ്പൊ അമ്മായിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായില്ലേ? ഇനി ഞാൻ ഉരുണ്ട് കളിച്ചിട്ട് കാര്യമില്ല. ഇത് പിടിച്ചാട്ടെ, ഇപ്പൊ ഞാൻ പൊട്ടിത്തരാം. ഇങ്ങനെ ബെല്ലും ബ്രേക്കും ഇല്ലാത്തൊരു പെണ്ണ്. ഇതെന്താ ഉത്സവ പറമ്പോ? മുറി കിടക്കുന്ന കോലം കണ്ടില്ലേ? എനിക്ക് അവിടുന്ന് എന്താ ഈ കാണുന്നേ? ഇതൊക്കെ രണ്ടിലെ പോയി പഠിച്ചേ? കിടക്കാൻ കണ്ടില്ലേ? വൃത്തിയും വെറുപ്പില്ലാത്ത വൃത്തിയായിട്ടവളെ, രാവിലെ തന്നെ വായ കോളാമ്പിയേക്കണേ വന്നിരിക്കണേ. നന്നായി പോയി, ചെന്ന് പല്ലേക്കാൻ നോക്ക്. പല്ലിയേക്കേ, എടി കിടക്കപ്പായ കിടന്ന് ഒരു ചായ കുടിക്കണേന്റെ സുഖം അറിയോ നിനക്ക്? പോയി ചായ എടുത്തിട്ട് പണി. ആദ്യം പോയി പല്ലേക്ക്, എന്നിട്ട് ചായ. ഇവിടെ ഇറങ്ങ. ചുമ്മാ എന്നിട്ട് കാണിച്ചു തരാം.
നടക്ക്. പിന്നെ അവൻ എണീറ്റേക്ക് ചായ അങ്ങോട്ട് കൊടുത്തേക്ക്. കേട്ടോടി, എന്റെ അമ്മയ്ക്കുള്ള സാമാന്യ വിവരം പോലെ നിനക്കില്ലാതായ പോലൊടി കഴുത കോളാമ്പി കുന്ത്രാണ്ടമേ. പോയി ചായ എടുത്തിട്ട് വാടി. നീ ഇതുവരെ പോയില്ലടി. വിട്. വിട്, വിട്. അടിക്കല്ലേ. വണ്ടി കയറ. അയ്യ കൊച്ചമ്പ്രാനാ. വണ്ടി കയറ്, ഞാൻ നിന്റെ കുടിയിലിക്കാം. അയ്യോ കൊച്ചമ്പ്ര വണ്ടി വിട്ടോ, ഞാൻ പുറകെയുണ്ട്. കേറ കേറ. അത് താഴെ ഇടണം. ചുമ്മാ വേളം വെക്കില്ലേ, ഓറെടുക്കണ അങ്ങനെയല്ല, വലിച്ചടക്കേ. അയ്യോ ഞാൻ അടച്ച് ശരിയാവില്ല, ചിലപ്പോ ചില്ല് പൊട്ടും തമ്പ്ര. എന്തൊരു കുളിരാ, ഇതിനകത്ത് വല്ല ചൂട്ടും കത്തിച്ച് വെച്ചൂടെ. നമ്മുടെ കോളിലാരപ്പോ ഇത് കാറിലൊക്കെ വരാൻ? അതെ അമ്മേ അളർകണ്ട് അളർകണ്ടിട്ടോ. തുറക്കട്ടെ. എന്റെ കൂടപ്പുറത്ത് ഇങ്ങോട്ട് മാറി മാറാനെ പറഞ്ഞത്. ഇങ്ങോട്ട് മാറി അങ്ങനെ മാറട്ടെ. പാതമ്പ്ര ഇത് നമ്മുടെ കുടി. എടിയേ ഇളിയേ ആരാ വന്നേക്കൂടെ നോക്കിയാൻ. വാ കുത്തിരി. പിന്നെയും ചൂല്. ഇവൾ ഇവിടെ വന്നോ? തമ്പ്രാനെ ഇത് നമ്മുടെ കിളിയാ, കിളിമതി. നമ്മുടെ കിളിമതിയോ? എടി പെണ്ണേ, നീ അങ്ങ് വളർന്നു പോയല്ലോടി. വേലുവേ, ഞാൻ ഇവളെ അങ്ങ് കെട്ടിയാലോ എന്ന് ആലോചിക്കാം. ഒന്നുമില്ലെങ്കിലും വീട് നല്ല വൃത്തിയായിട്ട് കിടക്കുമല്ലോ. എന്നെ ഇപ്പൊ ആരും അങ്ങനെ കെട്ടണ്ട, ഞാൻ പോത്തും തന്നെയല്ലേ. എന്ത് എന്താ? എന്റെ തമ്പ്രാനെ, തമ്പ്രാൻ വന്നു എന്ന് അറിഞ്ഞപ്പോ ഞാൻ പുറപ്പെടാൻ തുടങ്ങിയതാ. അപ്പോഴാ അവളൊരു മുടിയാട്ടം. എന്തായിരുന്നു പുകില്. തമ്പ്രാൻ അവളെ പോത്തുങ്കണ്ണിന്ന് വിളിച്ചെന്നും പറഞ്ഞ് കൂടിയെടുത്ത് തല കേക്കിനാമ്പാടാക്കിയില്ല എന്ന് മാത്രം. അയ്യേ, എടി പെണ്ണെ, പോത്തും കണ്ണി എന്ന് വിളിച്ചാൽ സന്തോഷിക്കല്ലേ വേണ്ടത്. പോത്തിന്റെ കണ്ണ് നീ കണ്ടിട്ടില്ലേ? നല്ല നീട്ടി വാലിട്ട് മഷി എഴുതിയ പോലെ അല്ലേ? ഇനി ഈ സാധനം ഇവിടെ കണ്ടോണ്ടല്ലോ. തപ്പിടുകാറ്റേ തപ്പിടുകാറ്റേ തകിലിട്ട് കടലേ കൊമ്പെട് മുകിലേ കുഴലിട്ട് കുയിലേ. ആ തപ്പട്ട് തകിലിട്ട് കൊമ്പെട്ട് കുഴലിട്ട് കുയിലേ മുകിലേ കടലേ കാറ്റേ. ഇന്നോട്ട് നാളിലോട്ട് ആ രാവിട്ട് പകലോട്ട് മഴയോട്ട് വെയിലോട്ട് നുരയോട്ട് പതയോട്ട് ആ കളിയോട്ട് ചിരിയോട്ട് കൈയിട്ട് കോലോട്ട് തത്തരികിട്ട തക തക തരികിട്ട തക. കടലേ ഇല്ലപ്പോണൊരാറ്റുവഞ്ചിക്കാരുടെ മടിയിൽ നാഴിപ്പയർ മണി എന്തിക്കൂട്ടാൻ കള്ളിക്കൂട്ടാൻ. ഇല്ലപ്പോണൊരാറ്റുവഞ്ചിക്കാരുടെ മടിയിൽ നാഴിപ്പയർ മണി എന്തിക്കൂട്ടാൻ കള്ളിക്കൂട്ടാൻ. എന്ത് കള്ള് കള്ള് എന്ത് പറയെന്നന്തം വിട്ടവൻ എന്തേറ്റ്. കഴുവറ്റേ കഴുവറ്റേ കഴുവറ്റേ. ആ പടയിട്ട് പുകിലോട്ട് പുലരും വരയിന് തപ്പിത്തരികിട തോന്തരികിട തക. പെടുകാറ്റേ തകിലട് കടലേ കൊമ്പെട് മുകിലേ കുഴലട് കുയിലേ. അയ്യോ തപ്പട് തകിലട് കൊമ്പെട് കുഴലട് കുയിലേ മുകിലേ കടലേ കാറ്റേ. ഇന്നോട്ട് നാളിലോട്ട് ആ രാവോട്ട് പകലോട്ട് മഴയോട്ട് വെയിലോട്ട് നുരയോട്ട് പതയോട്ട് ആ കളിയോട്ട് ചിരിയോട്ട് കൈയോട്ട് കോലോട്ട് തത്തരിക്കിട്ട തക തക തരിക്കിട്ട തക. പെടുകാറ്റേ തകിലട് കടലേ
ചേറ്റ് കത്തിക്കാരുടെ മടിയിൽ ചീരച്ചെറുമണി എന്തിക്കൂട്ടാൻ ഇല്ലെപ്പോഴൊരു ചേറ്റുകത്തിക്കാരുടെ മടിയിൽ ചീരച്ചെറുമണി എന്തിക്കൂട്ടാൻ ചക്കേ കൂട്ടാൻ എന്തു ചക്ക എന്തു പഴമെന്നന്തം കെട്ടവൻ എന്തു കടി പട്ടികടി 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 ആ പകലെട് പടിയെട് കയറും വരയിനി തത്തിത്തരികിട്ട തോന്തരികിട്ട തക്ക പെടുകാറ്റേ അയ്യോ തകിലെട് കടലേ ആഹാ കൊമ്പെട് മുകിലേ ആഹാ കുഴലെട് കുയിലേ അയ്യോ തപ്പെട് തകിലെട് കൊമ്പെട് കുഴലെട് കുയിലേ മുകിലേ കടലേ കാറ്റേ ഇന്നോട്ട് നാളിലോട്ട് രാവോട്ട് പകലോട്ട് മഴയോട്ട് വെയിലോട്ട് നിറയോട്ട് പതയോട്ട് ആ കളിയോട്ട് ചിരിയോട്ട് കൈയോട്ട് കോലോട്ട് തട്ടിത്തരികിട്ട തോന്തരികിട്ട തക്ക ഹയ്യ ആഹാ ആ ഇതെന്താ രണ്ടാളും കൂടി ഒരു മുന്നറിയിപ്പും ഇല്ലാതെ? നമ്മുടെ സ്കൂളിൽ ഇന്ന് PTA മീറ്റിംഗ് ആയിരുന്നു. കഴിഞ്ഞു മടങ്ങുന്ന വഴിയാ. അല്ല, എവിടെ നമ്മുടെ വക്കീൽ സാറ്? ഊരു ചുറ്റിലൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇങ്ങ എത്തിയുള്ളൂ. കുളിക്കുക. കുളിച്ചിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ചേച്ചിക്കൊന്നു പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അതാ ബാലമാമി. അനന്തരവനോട് നേരിട്ട് തന്നെ അങ്ങ് പറഞ്ഞേക്ക്. എന്താടാ ദേവേത്, വന്ന് അന്ന് തൊട്ട് തുടങ്ങിയതാ കണ്ട അലവലാദികളുടെ കൂടെ ഊരുചുറ്റല്. ചോദിക്കാനും പറയാനും ഒന്നും നിക്കണ്ടെന്നേ, രണ്ടിനും പിടിച്ചങ്ങ് കെട്ടിക്കാന്. അപ്പൊ നിന്നോളി ഊരുചുറ്റലൊക്കെ. എന്റെ അമ്മായി ചതിക്കല്ലേ, ഞാൻ വന്നങ്ങ് ലാൻഡ് ചെയ്തല്ലേ ഉള്ളൂ. ഇനിയിപ്പോ എൻറോൾ ചെയ്യണം, പ്രാക്ടീസ് തുടങ്ങണം. അതിനു മുമ്പ് ഊരാ കൂടി കിടല്ലേ. കുറച്ച് നാളൊന്നും ഞാൻ റിലാക്സ് ചെയ്തോട്ടാമാണ്. ആ ചാത്തന്തറ ചെന്ന് തിക്കും തിരുവാതിരം കൂട്ടരല്ലേ നിന്റെ റിലാക്സ് ചെയ്യലേ. തൽക്കാലം നിന്നെ അങ്ങനെ അങ്ങോട്ട് വിടാൻ തീരുമാനിച്ചിട്ടില്ല. പോരാത്തതിന് ഇതാ അമ്മൂന്റെ പരീക്ഷയും കഴിഞ്ഞു. എന്നാ പിന്നെ റിസൾട്ട് വന്നിട്ട് മതി. റാങ്ക് അങ്ങനെ കിട്ടിയാലോ. IAS വിടണ്ടേ നമുക്ക് അവളെ? ഒന്നും മിണ്ടാതിരിക്കടാ, അമ്മാവും പറയണത് കേട്ടാ മതി. ആ നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ ചായ എടുക്കട്ടെ. വേണ്ട ചേച്ചി, സ്കൂളിൽ ഇന്ന് ചായയോടി തന്നെയായിരുന്നു, വേണ്ടഞ്ഞിട്ടാ. എന്നാ ഞാൻ ആ പണിക്കാരിക്കുട്ടി ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വരാം. മഴ വരണുണ്ടെന്ന് തോന്നുന്നു. ആ ദേവാ, ഞാൻ ചില പുതിയ ബിസിനസ് പ്രോജക്റ്റ് ഒക്കെ ആലോചിച്ചോണ്ടിരിക്കുക. ഇനിയുള്ള കാലം ഈ കൃഷിയും കൂട്ടം കൊണ്ടൊന്നും ഒരു കാര്യമില്ല. നീ വക്കീല് പണിയും പ്രാക്ടീസ് എന്നൊക്കെ പറഞ്ഞു നടക്കാണ്ട് എന്റെ ഒപ്പം ബിസിനസ് കാര്യങ്ങളിൽ കൂടെ നിന്നാ മതി. ആവാം, പക്ഷെ എനിക്ക് 5-6 മാസം സമയം വേണം. 6 മാസോ? അമ്മൂന്റെ റിസൾട്ട് പറഞ്ഞവരും കാക്കും, പിന്നെ ഞങ്ങൾ അങ്ങോട്ട് തീരുമാനിക്കും. അല്ല ബാലമാമ, എനിക്ക് നോ എക്സ്ക്യൂസ്. പറഞ്ഞത് അങ്ങോട്ട് അനുസരിച്ചാ മതി. നീ എന്തായി കാണിക്കുന്നത്? ആരെ തല്ലിയെന്നറിയോ? ഏത് കോലോത്ത തമ്പ്രാലും കൊന്നളെ കാണിക്കാം. ഒന്ന് അടങ്ങടാ. പട്ടി കഴിവേറുടെ മോനെ കൊത്തി കുത്തി മുറത്തി കയറി കുത്താൻ തുടങ്ങിയോ? എടുക്കണ വണ്ടി. അതിപ്പോ വേണ്ട, കടങ്ങയൊന്നും കാട്ടല്ല തമ്പ്രാൻ. മാറി നിക്കണോ അങ്ങോട്ട്? കോലത്തെ തമ്പുരാക്കന്മാരുടെ ദേഹത്തോട്ട കൈയും വെച്ച് ഒരുത്തനും ഈ നാട്ടിൽ വാഴിക്കില്ല. വെട്ടി നുറുക്കും ഞാൻ. നുറുക്കണം. അതിന് തമ്പ്രാനന്ദന് ആ ചെട്ടി അന്വേഷിച്ച് അങ്ങോട്ട് പോണത്. വിളിപ്പുറത്ത് വരുത്തി നടനാലും കുത്തിച്ച് മാപ്പ് അറിയിക്കണം. ഞാൻ പോയി വിളിച്ചോണ്ട് അവനെ. ഇല്ലെങ്കിൽ ഞാൻ ഈ പഞ്ചായത്ത് മെമ്പറായിട്ടിരിക്കണം. എന്തിനാ?
തല്ല് കൊല്ല് എന്ത് വേണമെങ്കിലും ആവാം. അതിവിടെ ഈ മുറ്റത്ത് ചാവണം. അതാ അന്തസ്. ആരാ എന്നെ പഞ്ചായത്ത് മെമ്പർ ആക്കിയേ? നിങ്ങൾ തന്നെ. എന്നിട്ടിപ്പോ എന്റെ വാക്കിന് വിലയില്ലാണ്ട് വന്നാലുണ്ടല്ല, ചന്തീമത്തെ പൊടിയും തട്ടി ഞാൻ അങ്ങോട്ട് പോകേയുള്ളൂ. പറഞ്ഞില്ലാന്ന് വേണ്ട. നിങ്ങളുടെ മോളെ തമ്പുരാന്മാര് തൊട്ട് കഴിഞ്ഞാ നാളെ ഇത് തന്നെ പറയണം. എന്താടാ പറഞ്ഞാല്? കുഞ്ഞമ്പ്രാൻ്റെ ഒന്ന് തൊട്ടപ്പോഴേക്കും അവിടെ എന്താടാ ഊരിപ്പോയത്? വടക്കേപ്പാട്ടെ പഠിപ്പിന് വേണ്ട മുണ്ടിലും ഉള്ളണോരാ നിന്ന് വിപ്ലവം പറയണേ. കോലത്തെ പാടവും പറമ്പൊക്കെ ഉള്ളണ്ടല്ലടാ നീയൊക്കെ നിന്ന് തൊള്ള തുറക്കണേ. ഉള്ള കഞ്ഞിയിൽ പാറ്റ വീഴാണ്ട് തമ്പ്രാന്റെ കാല് പിടിച്ച് മാപ്പുറയാൻ നോക്ക്. അമ്മയും പെങ്ങളെ തിരിച്ചറിയാത്തവന്റെ കാല് പിടിക്കാൻ പോയാലേ വേലുവിന്റെ കുറുമുട്ടി ഞാൻ തല്ലി പിടിക്കും. നീ അത് ചെയ്യേണ്ടി വരില്ലട സുപ്ര. ബാലൻ തമ്പ്രാൻ കാല് മാത്രമല്ല തണ്ടലും ചവിട്ടി ഓടിച്ചോളും ഒക്കത്തിന്റെ. ഓ പിന്നെ ഇങ്ങോട്ട് വരട്ടെ. ഞങ്ങളുടെ കൈയൊക്കെ പണയം വെച്ചിരിക്കല്ലേ. അങ്ങനെ പപ്പടാച്ചി കാട്ടി പേടിപ്പിക്കാമെന്ന് നോക്കണ്ട. ആ കാലമൊക്കെ കഴിഞ്ഞു. മോനെ കുട്ടപ്പ, നിങ്ങൾക്കൊക്കെ ഇത് പറയാനുള്ള മൂച്ചെന്ന് ആരാണെന്ന് നിങ്ങൾക്കറിയാം. പണ്ട് ഇവിടെ കുറെ പേര് തമ്പ്രാക്കന്മാരുടെ തലവെട്ടി കൊളപ്പടവിൽ വെച്ച് വിപ്ലവം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇപ്പൊ എന്തായി? എടാ വേലു, ഓരോർക്കം കൊണ്ടൊന്നും നേരം വെളുക്കൂല. ഇനി നടക്കാൻ പോണ ഭൂമ്പോ ഒക്കെ നിന്റെ ഒറ്റ ഒരുത്തന്റെ ഹുങ്കൊണ്ടാ. അത് മറക്കണ്ട. നമസ്കാരം. എപ്പോഴാണാവോ വന്നത്? എന്റെ വേലു തമ്പ്ര, കാണണമെന്നുണ്ടെങ്കിൽ ഒരാളെ പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അടിയനും അങ്ങോട്ടൊന്നും കണ്ടിനായിരുന്നല്ലോ. തമ്പ്ര, വേലുവിന് ഞാൻ കാല് പിടിക്കാം. എന്നോട് പൊറുക്കണം തമ്പ്ര. ചേറ്റ് കോലത്തെ കുട്ടിയെ കൈവച്ചിട്ട് വന്നതെന്ന് മാപ്പ് പറയുന്നു. അമ്പാടി, നിന്നെ അടിച്ചവളെ അടിക്കട ഈ പന്നി കഴിവേറിയെ. ഇവൻ ഇനി ഇവിടുന്ന് 2 കാലം കൊണ്ട് നടന്നു പോരുത്. മണ്ണ് നിന്ന് എഴഞ്ഞു പോണം. നോക്കി നിൽക്കാതെ അടിക്കട പട്ടി കഴിവേറിയെ. അത് പറയാൻ നീ ആരാടാ? ആരും ആയിക്കോട്ടെ, ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവത്തിന് തല്ലി ചായ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. നീ വേണ്ട തമ്പ്ര. നീ മിണ്ടാരി. അമ്മാമ ഏത് ലോകത്ത് ജീവിക്കണേ? ഇത് 21-ാം നൂറ്റാണ്ടാ. പഴയ ജന്മിപ്രതാപം വിളമ്പിക്കൊണ്ടിരുന്നാണ്ടല്ലോ ഒരു വിത്തിനും കൂടെ കൊള്ളാണ്ടായിപ്പോ. ഈ തെണ്ടിപ്പട്ടിക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ മേലാൽ നീ പടി ചവിട്ടരുത്. കുളിച്ചുണ്ട് ഇവിടെ താമസിക്കാൻ വന്നതല്ല. അമ്മാമയുടെ മോൾക്കാണ് സംഭവിച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ പറയായിരുന്നു അല്ലേ? അവർക്ക് വേണ്ടി ഞാൻ എന്നോട് മാപ്പ് വയ്ക്കാം. നീശല്ലേ, പിന്നെ കാണാം. എന്താടാ അത്? വേലു, ഞാൻ നിന്റെ ആരാടാ? നീ എന്റെ ആരാന്നറിയോ? കൂട്ടുകാരൻ. ലോകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്റെ മാത്രം കൂട്ടുകാരൻ. അറിയോടാ? നീ എന്തിനാ എങ്ങനെ പേടിക്കണേ? എന്ത് സംഭവിച്ചാലും ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ, നിങ്ങളുടെ കൂടെ. ചെല്ലേ, ചെല്ലടാ. തെറ്റ് തന്നെയാ, സമ്മതിച്ചു. പക്ഷെ അവര് തമ്മിലുള്ള വിഷയത്തിന് നീ എന്തിനാ ഇടപെടാൻ പോയേ? ഞാൻ എന്റെ അച്ഛന്റെ മോനായതുകൊണ്ട്. ഒരു പാവത്തിനെ പട്ടിയെ പോലെ തല്ലിച്ചതയ്ക്കുമ്പോ കൈയും കെട്ടി നോക്കിക്കായിരുന്നു എന്റെ അച്ഛൻ. ഈ അമ്മാമയൊക്കെ ഏത് ലോകത്താ ജീവിക്കണത്? ഏത് ലോകത്തെങ്കിലും ജീവിച്ചോട്ടടാ. അവനെ തിരുത്താൻ നീ ആരാ? ഞാൻ ആരും എനിക്ക് വിവരമില്ല, നിന്റെ അത്ര അറിവുമില്ല. എന്നാലും പറയാ, സ്വന്തവും ബന്ധവും മറന്നുള്ള ഒരു കാര്യത്തിന് ഞാൻ കൂട്ടു നിൽക്കില്ല. എന്ത് ബന്ധം? ആരാമ ഈ ബന്ധുക്കൾ എന്ന് പറയണവര്? നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവരും. ആ വേലുവും കൂട്ടരൊക്കെ എത്രമാത്രം ബാലമാമയെ സ്നേഹിക്കണത്, അനുസരിക്കണത്, ബഹുമാനിക്കണത്. എന്നിട്ട് ഈ ബാലമാമ എന്താ അവർക്ക് തിരിച്ചു കൊടുത്തിട്ടുള്ളത്?
വലിയ തറവാട്ട് മഹിമ എഴുന്നേൽക്കുന്നതിന് മാത്രം ഒരു കുറവുമില്ല. അമ്മാമ അത്ര വലിയ തറവാടിയായിരുന്നെ ആദ്യം അമ്പാടിക്കെട്ട് അണ്ട് പൊട്ടിക്കേണ്ടിയിരുന്നു. അവനെ കൊണ്ട മാപ്പ് പറയിക്കേണ്ടിയിരുന്നു. പകരം കാണിച്ചെന്താ? തെറ്റ് ചെയ്തവന് പട്ടുവരി, മാനം പോയതിന് തല്ല്. എന്നിട്ട് അവരൊക്കെ തെണ്ടികളാത്രേ. അടിയാത്തി പെണ്ണിനെ അപമാനിച്ച് തറവാടിന് ചീത്തപ്പേരുണ്ടാക്കി വെച്ച അവന്മാരാ തെണ്ടികള്. അല്ലാതെ നീ പറഞ്ഞു വല്ലാണ്ട് കൂടുന്നുണ്ട്. കണ്ടോ, കൂടപ്പറപ്പുകളെ പറ്റി വാക്കാലൊന്നു പറഞ്ഞപ്പോഴേ അമ്മയ്ക്ക് പൊള്ളി. അപ്പൊ സ്വന്തം പെങ്ങളെ അപമാനിക്കുന്ന നേരിട്ട് കണ്ട വേലു എന്തുമാത്രം നൊന്തിട്ടായിരിക്കും അമ്പാടിയെ തല്ലിയത്. അമ്മ അവരുടെ പക്ഷത്തൊന്ന് ആലോചിച്ച് നോക്ക്. പോലീസ് വണ്ടി അയ്യോ, അവളൊരു പാവ, ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തില്ലേ? നീ ആരടാ? ഞാൻ അവളുടെ ചേട്ടനാ. വിളിക്കടാ അവളെ. കിളിയാ. സർ, ഇതാണ് ടി കെ കിളിമതി. കിളിമതി നല്ല പേരാണല്ലോ. അതെ, പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പരീക്ഷ ജയിക്കോ? പരീക്ഷയ്ക്ക് തോറ്റേന് പിടിച്ചോണ്ടുപോകാൻ വന്നതാടാ. കൺഗ്രാറ്റുലേഷൻ, യു ഹാവ് വൺ ദ ഫസ്റ്റ് റാങ്ക് ഇൻ ദ സ്റ്റേറ്റ്. എന്റെ പൊന്നു തമ്പ്ര, അവൾ അറിയാതെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുക്കണം. ഇപ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ കേരളത്തിൽ 1ാം റാങ്ക് കിളിമതിക്കാ. അത് പറയാനാ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് വന്നിരിക്കുന്നത്. ഞാൻ എന്തേ കേക്കണേ? എന്റെ പെങ്ങൾക്ക് സാറിന് 100 പുണ്യം കിട്ടും. എടോ, ഇത് ഞാൻ കൊണ്ടേ കൊടുത്തൊന്നുമല്ല, കിളിമതി സ്വന്തം കഴിവ് കൊണ്ട് നേടിയെടുത്തതാ. പെങ്ങൾക്ക് റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് കരയ. നമുക്ക് സന്തോഷിക്കാന്നേ. എവിടെ അങ്ങനെ ഈ പ്രാവശ്യത്തെ SSLC പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ, അല്ല 1ാം റാങ്ക് ഈ കുടിലെത്തിച്ച ഈ കൊച്ചു മിടുക്കിയെ വിദ്യാഭ്യാസ മന്ത്രി എന്ന നിലയിൽ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. നിങ്ങൾക്കൊക്കെ സന്തോഷം തരുന്ന മറ്റൊരു കാര്യം കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കിളിമതിയുടെ ഉപരിപഠനത്തിന് ആവശ്യമായ എല്ലാവിധ സാമ്പത്തിക സഹായങ്ങളും കേരള സർക്കാരിൽ നിന്നും ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ജയ് ഹിന്ദ്. അപ്പോഴേ തുടർന്ന് അങ്ങോട്ടും ഇതുപോലെ തന്നെ പഠിച്ചോണം കേട്ടോ. ഓട്ടെ, ശരി. സാർ, ശരി, നന്നായിട്ട് പഠിപ്പിക്കണം. സാർ ഒന്നുകൊണ്ടും മേടിക്കണ്ട. ഇനി അവൾ എഞ്ചിനീയറാ. കിളിമതിക്ക് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ? പ്രതീക്ഷിച്ചിരുന്നു എന്ന് ചോദിച്ചാ, ഈ റാങ്ക് കിട്ടിയതിൽ കിളിമതിക്ക് ആരോടാണ് കൂടുതൽ കടപ്പാടുള്ളത്? ദൈവത്തിനോട്, എന്നെ പഠിപ്പിച്ച എന്റെ ടീച്ചർമാരോട്, ഇവിടെ നിൽക്കുന്ന എല്ലാരോടും. പിന്നെ തമാശക്കാണെങ്കിൽ ഏട്ടൻ പറയാറുണ്ട്, എന്നെ പഠിപ്പിച്ചൊരു വലിയ എഞ്ചിനീയർ ആക്കുന്നു. ആ വാക്ക് അതാ എനിക്ക് ഏറ്റവും വലിയ പ്രചോദനമായത്. അനിയത്തിക്ക് റാങ്ക് കിട്ടിയതിൽ എന്ത് തോന്നുന്നു? ഞാനൊന്നും ചെയ്തിട്ടില്ല എന്റെ സാറേ. അവളെന്നെ പഠിച്ചുണ്ടാക്കിയത് അതൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞ വാക്കാണ്. അവൾക്കെന്ന് പറഞ്ഞപ്പോ ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ കള്ളു കുടിച്ചു പോതല്ലാതെ എന്റെ കുട്ടി സ്കൂളിൽ പോണ വഴി തെക്കപ്പാട്ട് പാത്രം മോറി മുറ്റടിച്ചും കഷ്ടപ്പെട്ട് എന്റെ മോള് കുത്തിയിരുന്ന് പഠിച്ചിട്ടാ കിട്ടിയത്. അല്ലേ കിളിയേ? എന്താടി
എന്താ പറ്റിയ എന്താ അവിടെ? കിളി എന്താടി? പരീക്ഷ റിസൾട്ട് വന്നു. പറ. കിളിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടി. എന്റെ ഈശ്വര, മന്ത്രി വന്നെന്റെ കോളനിയില്. ഇനി ഒന്നും കൊണ്ടു ദേവേട്ട, എനിക്ക് അവളെ ഇപ്പൊ തന്നെ കാണണം. കൊണ്ടുപോകുന്നു കേറി വണ്ടിയില് നമ്മൾ അടിച്ച് പൊളിക്കുക. വാടി പോളാം. ഓരിലകള് ഈരിലകള് ഓരിലകള് ഈരിലകള് നാക്കലകള് നറുക്കലകള് ഓരിലകള് ഈരിലകള് നാക്കലകള് നറുക്കലകള് പച്ചിലകള് പഴുക്കലകള് ചില ചിലകള് കലവിലകള് പച്ചിലകള് പഴുക്കലകള് ചില ചിലകള് കലവിലകള് തുടി കഴുകടി മുടി കഴുകടി അരി കഴുകടി കൊതി മറിയടി കളി മറിയടി തിരി മറിയടി മുളകരിയടി കിളി മറിയേ കഴുകടി മുടി കഴുകടി അരി കഴുകടി കൊതി മതിയടി കളി മതിയടി തിരി മതിയടി മുളകരിയടി കിളി മതിയേ വീട്ടിനുള്ളില് കാട്ടിനുള്ളില് കാക്കത്തൊള്ളായിരം കൂട്ടിനുള്ളില് വീട്ടിനുള്ളില് കാട്ടിനുള്ളില് കാക്കത്തൊള്ളായിരം കൂട്ടിനുള്ളില് കൂട്ടിനുള്ളൊരു പാട്ടിലുള്ളൊരു കൂട്ടില് കിളി കൂകണ് കൂട്ടിനുള്ളൊരു പാട്ടിലുള്ളൊരു കൂട്ടില് കിളി കൂകണ് മിടുക്കത്തി പെറ്റൊരൊടുക്കത്തെ നോക്ക് പത്തടിച്ചെന്ന് ചൊല്ലണ് മിടുക്കത്തി പെറ്റൊരൊടുക്കത്തെ നോക്ക് പത്തടിച്ചെന്ന് ചൊല്ലണ് ഓരിലകള് ഈരിലകള് നാക്കലകള് നറുക്കലകള് പച്ചിലകള് പഴുക്കലകള് ചില ചിലകള് കലപ്പിലകള് തുണി കഴുകടി മുടി കഴുകടി അരി കഴുകടി കൊതി മറിയടി കളി മറിയടി തിരി മറിയടി മുളകരിയടി കിളി മറിയേ പട്ടണിഞ്ഞൊരേ പൊട്ടണിഞ്ഞൊരേ മുറ്റത്തൊള്ളായിരം പൂവിലുള്ളൊരേ പട്ടണിഞ്ഞൊരേ മുട്ടണിഞ്ഞൊരേ മുറ്റത്തൊള്ളായിരം പൂവിലുള്ളൊരേ തേനിലുള്ളത് നാക്കിലുള്ളൊരു ചേലിൽ ചിരി ഒലിക്കണം തേനിലുള്ളത് നാക്കിലുള്ളൊരു ചേലിൽ ചിരി ഒലിക്കണം മിടുക്കത്തെ പെറ്റൊരൊടുക്കത്തെ മക്കു പത്തടിച്ചെന്ന് തുള്ളണം മിടുക്കത്തി പെറ്റൊരൊടുക്കത്തെ മക്കു പത്തടിച്ചെന്ന് തുള്ളണം ഓരിലകള് ഈരിലകള് ഓരിലകള് ഈരിലകള് നാക്കലകള് നറുക്കലകള് ഓരിലകള് ഈരിലകള് നാക്കലകള് നറുക്കലകള് പച്ചിലകള് പഴുക്കലകള് ചില ചിലകള് കലവിലകള് പച്ചിലകള് പഴുക്കലകള് ചില ചിലകള് കലവിലകള് തുണി കഴുകടി മുടി കഴുകടി അരി കഴുകടി കൊതി മറിയടി കളി മറിയടി ചിരി മറിയടി മുളകരിയടി കിളി മറിയേ ആരെ കാണാനടി നീ ഇങ്ങോട്ട് വന്നത്? അമ്മാവാ ഞാനാ. അവൾ എന്റെ കൂടെ വന്ന്. ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? അതിപ്പോ ആരോട് ചോദിക്കാനാ? ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണല്ലേ. കെട്ടിയില്ലല്ലോ, കെട്ടാൻ പോകുന്നില്ലേ ഉള്ളൂ. കെട്ടി കഴിഞ്ഞിട്ട് അവകാശം പറഞ്ഞാൽ മതി. വാടി ഇങ്ങോട്ട് കൊന്നുകളയുന്ന ഞാൻ കണ്ട തെണ്ടി പരിച്ചുകളായിട്ട് കൂത്താടാൻ വന്നിരിക്കുന്നു. നടക്കടി ഇങ്ങോട്ട്, മോങ്ങാട്ടങ്ങ് നടക്കടി. കേറാ അങ്ങോട്ട്, കേറാൻ. വെറുതെ ഞാൻ കാരണം നിങ്ങളുടെ സന്തോഷം കൂടെ പോയല്ലേ. സോറിടാ. പൊട്ടപ്പളെ.
എന്താണ്ടാ ഒന്നും മിണ്ടാത്ത? ചോദിച്ചതിന് ഉത്തരം പറ. അത് പിന്നെ എല്ലാവർക്കും വിഷമമുണ്ടായെന്നുള്ളത് ശരി തന്നെയാ. എന്ന് വെച്ച് കൊച്ചുമ്പ്രാനായിട്ട് കൂട്ടുകൂടാന്നൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാ പയ്യപ്പമാമ? തോന്നുമ്പോ ഉണ്ടാക്കാനും കാട്ടിക്കളയാനും പറ്റുന്നതാണോ കൂട്ട്? എനിക്കത് പറ്റില്ല. കൂട്ട് വിടണോന്ന് ആരെങ്കിലും പറഞ്ഞോ? പിന്നെ നിന്നെ കുത്തി കുത്തി കൂടെ തുളയ്ക്കണേ. ചേട്ടാ, കെട്ടിപ്പിടിച്ചപ്പോഴും നടക്കണതാ സ്നേഹം എന്നാ നീ വിചാരിച്ചേക്കണേ. ഈ സ്നേഹം എന്ന് പറയണതേ ദേ ഇതിന്റെ ഉള്ളിലാവുണ്ടാവണ്ടേ. ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ കിളിയേ? വേണ്ട വേലുട്ടാ, നമ്മള് സ്നേഹം കാണിക്കുന്നോണ്ട് തമ്പ്രാക്കന്മാര് തമ്മിൽ പിണങ്ങണ്ട. എങ്ങാനും കല്യാണം നടക്കാണ്ട് പോയാ കുട്ടിയമ്മയ്ക്കും ദേവൻ തമ്പ്രാനും ഉണ്ടാവുന്ന സങ്കടം അത് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുമോ? വരുവോ? ചവിട്ടും തൊഴിയും കൊണ്ടിട്ടാണെങ്കിലും നമുക്ക് വേലയും കൂലിയും കാണുന്നത് വടക്കേപ്പാട്ടുകാരാ. അവരെ വെറുപ്പിച്ചിട്ട് നമുക്കിവിടെ ജീവിക്കാൻ കഴിയുമോ? കോളനി മുഴുവൻ പട്ടിണിയാവുമ്പോടാ. അപ്പൊ എല്ലാരും കുറ്റപ്പെടുന്നത് നിന്നെ ആയിരിക്കും. കന്ന നടയ്ക്ക് ആശപ്പെട്ട് അവസാനം ഉള്ള നടയും കൂടി ഇല്ലാണ്ടാവണോ മോനെ? ഇപ്പൊ ഞാനെന്താ വേണ്ടേ? കൂട്ടുവിടണം, അത്രയല്ലേ ഉള്ളൂ. വിടാം. തമ്പ്രാനെ കാണാണ്ട് മാറി നടന്നോളാം. ഞാൻ കാരണം ഇവിടെ ആരും തമ്മി തല്ലണ്ട, പട്ടിണി കിടക്കും വേണ്ട. എന്ത് ഭോഷ്കാടാ നീ പറയുന്നത്? ഭോഷ്കോ? എന്നെ ധിക്കരിക്കുകയും എനിക്ക് നേരെ കയ്യോങ്ങും ചെയ്തവനാണവൻ. അങ്ങനെയുള്ള ഒരുത്തന്റെ കയ്യിലേക്ക് എന്റെ മോളെ പിടിച്ചേൽപ്പിക്കാൻ ഇത്തിരി ദണ്ണുണ്ട്. അവൻ എന്തെങ്കിലും ചുണ്ടി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കുരുത്തക്കേട് കൊണ്ട് തന്നെയാകും. അതിന് കുട്ടികളുടെ വിവാഹത്തിന് തടസ്സം നിൽക്കുന്ന എന്തിനാടാ? അമ്മുവിന്റെ ഭാവിയിൽ എനിക്ക് ഉൾക്കണ്ടുള്ളതുകൊണ്ട് കണ്ണി കണ്ട ചേരലും തൊഴുത്തിലേക്ക് അവളെയും കൊണ്ട് നിറങ്ങാനല്ലേ, ആ സംസ്കാരത്തിലേക്ക് വിടാനല്ല ഞാൻ എന്റെ മോളെ വളർത്തിയത്. അവന്റെ വിച്ചുമ്പയും കേട്ട് നിൽക്കാതെ പിടിച്ചോണ്ട് പോടി അവളെ. അങ്ങനെ വല്ലവരും വന്ന് വിളിച്ചാൽ ഇറങ്ങി വരുന്നവളല്ല എന്റെ മോള്. വല്ലവരുവോ? നീ എന്നടാ ഇങ്ങനെ അന്യനെ പോലെ സംസാരിക്കണേ? എന്നാ അമ്മാവനെ പോലെ സംസാരിക്കാം. അവൻ എന്റെ അനന്തരവനാണെങ്കിൽ ഞാൻ പറയുന്നത് അവൻ അനുസരിക്കണം. ഇന്നു മുതൽ അവന്റെ സകല അലവലാതി കൂട്ടിട്ട് നിർത്തണം. എന്നെ ധിക്കരിച്ചതിനും എന്റെ നേരെ കയ്യോങ്ങിയതിനും ഇവിടെ വന്ന് എന്റെ കാൽക്കൽ വീണ് മാപ്പരയ്ക്കണം. പറ്റുമോ? പറ്റും. ഞാൻ കൂട്ടുകൂടുന്നവരൊക്കെ തെണ്ടികളല്ലെന്നും അവരൊക്കെ മനുഷ്യരാണെന്നും ചെറ്റത്തനം കാണിച്ചത് അമ്പാടിയാണെന്നും അമ്മാമ്മ ഇവിടെ വന്ന് എന്റെ മുമ്പിൽ സമ്മതിക്കണം. അപ്പൊ ഞാൻ അനുസരിക്കാം. പറ്റുമോ? എന്താടാ നീ പറഞ്ഞത്? പിന്നല്ലാതെ ബാലമാമ എഴുന്നള്ളിച്ച വിഡിത്തരത്തിന് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടത്? എടാ, അവൻ നിന്റെ ആരാ? ഒന്ന് താണ് കൊടുത്തെന്ന് വെച്ച് ഒന്നും പറ്റാൻ പോണില്ല. അങ്ങനെ താന്നു കൊടുത്തിട്ട് എനിക്ക് അവളെ വേണ്ട. വാശി എല്ലാവർക്കും ഉണ്ട്. ഓഹോ, എങ്കിലെനിക്ക് എപ്പോഴറിയണം നീ വാശി കാണിച്ച് ജീവിക്കാൻ പോണത് ഞങ്ങൾക്ക് വേണ്ടിയോ അതോ കൂട്ടുകാർക്ക് വേണ്ടിയോ? എന്റെ അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. കുഞ്ഞിന്നാ മുതലേ നിങ്ങൾ എനിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്നതാണ് അവളെങ്കിൽ, ഞാൻ അവൾക്ക് മോഹം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അമ്മക്കുട്ടി എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ കെട്ടും. അതിന് വടക്കേപ്പാട്ട ആരും എനിക്കൊരു പ്രശ്നമല്ല. തെക്കേപ്പാട്ട മോഹനവർമ്മയുടെ മകൻ ദേവേന്ദ്രവർമ്മയെ പറയുന്നത്. ഓക്കെ, ഇനി ഒന്ന് ചിരിച്ചേ. ഒന്ന് പോടാ. കഷ്ടം. ഇവനിതോടെ പോയി. വേലു, വേലു, വേലു. ഇതൊരുമാതിരി ഉഴുതോണ്ടിരുന്ന ആളെ കള്ളം കൊണ്ടുവന്ന് പറഞ്ഞവരെയല്ലോ. ആഹാ, നീ ഇതെന്തെടുക്കാടാ അവിടെ? നീ എന്താടാ പോത്തെ എന്നെ കണ്ട പോടിക്കളഞ്ഞ? നിനക്കെന്താ ഒരു പരിങ്ങിക്കളി? എനിക്കിവിടെ ആളെ കാണാണ്ട്. തമ്പ്രാൻ പൊക്കോ. ഇവിടെയോ? അതാരടാ ഇവിടെ? അത് തമ്പ്രാൻ അറിയില്ല. ഞാൻ അറിയാത്ത ആരടാ ഇവിടെ ഉള്ളേ? എന്തു പറ്റിയടാ നിനക്ക്? വട്ടായോ? വന്ന് വണ്ടി കയറ്. ആരെ കണ്ട വെച്ച് നമുക്ക് ഒരുമിച്ച് പോയി കാണാം. വേണ്ട തമ്പ്ര, നമ്മൾ തമ്മിൽ ഇനി കാണണ്ടാന്നോ? ഒറ്റ വീക്ക് ഞാൻ വെച്ചു കേട്ടോ. തമാശ കളിക്കാതെ വന്ന് വണ്ടി കയറ്. ഞാൻ കാര്യമായിട്ട് പറയണേ. തമ്പ്രാൻ പോ. വേണ്ട. എവിടേക്കാടാ ഈ ഓടണേ? ഓടിക്കോ. ഓടി എവിടം വരെ ഓടും? ഏറിയ പാടത്തിന്റെ അറ്റം വരെ. നിന്നെ എടുത്തോളാം. വേലു നിക്കാൻ. തമ്പ്രാൻ പൊക്കോ. ഇപ്പോഴാണ് താൻ ഒരു ബുദ്ധിയുള്ള തമ്പുരാനായത്. പണത്തിനോടുള്ള മോഹം കൊണ്ടല്ലടോ, ഇതെനിക്കൊരു വാശിയാ. ആ കോളനിയിലെ ചെറ്റകളെ കംപ്ലീറ്റ് ഈ ഏരിയ കെട്ടിയെട്ടിക്കാനുള്ള വാശി. കൾച്ചറൽ സ്പീച്ചേഴ്സ്. ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത് അത് പറയും. ഓ, താനൊന്നും ചെയ്യാനില്ല. ഇന്ന് തന്നെ ഞാൻ ആ ബോംബെ പാർട്ടിയുമായി ബന്ധപ്പെടാം. അവര് വന്ന് സ്ഥലം കാണട്ടെ. റിസോർട്ടോ ഹോട്ടലോ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ എന്താണെന്ന് വെച്ചാൽ അത് അവർ ചെയ്തോളൂ. ഒറ്റ കാര്യം, സ്ഥലം കണ്ട് ഇഷ്ടപ്പെട്ട എത്രയും പെട്ടെന്ന് പണി തുടങ്ങണം. അതിനു മുമ്പ് ഈ മനസാ ഗുണസാ വല്ലതും ഉണ്ടെങ്കിൽ വേഗം തീർത്തു വെച്ചേക്കണം. എന്റെ ഭാഗത്ത് നിന്ന് ഒരു തടസ്സം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പദ്ധതി എന്തായാലും അതിന്റെ തറക്കല്ലടിയിൽ ചടങ്ങ്
അത് ഈ MLA കുട്ടപ്പായി തന്നെ നിർവഹിക്കും. ചുക്കില്ലാത്ത കഷായം ഉണ്ടോടോ ദുഷ്ടപ്പായി? ശിലാഫലകത്തിലേ കിടക്കട്ടടോ എന്റെ പേരും കൂടെ. Cheers. സമാധാനായില്ലേ? തിന്നണ ചോറിൽ മണ്ണ് വാരിട്ടപ്പോ സമാധാനായില്ലേ എല്ലാവർക്കും? ആരാ മെമ്പറുടെ ചോറിൽ മണ്ണ് വാരിയിട്ടെ? എന്റെ ചോറിലല്ലടാ, നിന്റെയൊക്കെ ചോറി തന്നെ. ഇനി ഇവിടെ കൊയ്ത്തും മതി ഒന്നും ഉണ്ടാവില്ല. ഈ കാണുന്ന പാടവും പറമ്പും ഒക്കെ മണ്ണിട്ട് നിരത്തി റിസോർട്ട് മാളിയാ പണിയാൻ പോവുക. റിസോർട്ട് മാളിയാ? അതെന്താ? എന്ന് വെച്ചാ സായിപ്പിനെ മദാമ്യം എണ്ണ ഇട്ട് തിരുമുന്നൊരു പരിപാടി. അവർക്കെന്താ അവിടെ എണ്ണ ഇല്ലേ? അത് സായിപ്പ് വരും, നേരിട്ട് അങ്ങ് ചോദിച്ചാ മതി. അല്ല പറഞ്ഞേ, നിങ്ങൾ എന്തായി പറയണേ? എനിക്കൊന്നും കൂടെ മനസ്സിലാവണില്ല. മനസ്സിലാവാനൊന്നുമില്ല. ഇന്ന് ബോംബെന്ന് മുതലാളിമാര് വരിക സ്ഥലം കാണാൻ. അവർക്ക് ഇഷ്ടപ്പെട്ട ഉടനെ പണി തുടങ്ങും. അയ്യോ, അപ്പൊ ഞങ്ങളുടെ കാര്യം ഒക്കെ പോക്ക. തിന്നവട് കാണിച്ച് തമ്പ്രാനെ തല്ലിപ്പോ ആലോചിക്കണായിരുന്നു കഞ്ഞൂടി മുട്ടിപ്പോകുന്നുള്ളത്. വേഗം കൂടും കുടുക്കൊക്കെ പെറുക്കി സ്ഥലം വിട്ടോ. കഞ്ഞുടിക്കണ കിണ്ണുരിപ്പില്ലേ കയ്യില്, അതെടുത്തോണ്ട് നാട് നീളെ തെണ്ട. നിങ്ങൾക്കൊക്കെ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ, അഹങ്കാരികള്. അല്ല പിന്നെ ഇല്ല അയ്യപ്പേട്ട, ഇത് നമ്മൾ സമ്മതിക്കരുത്. ചത്താലും വേണ്ടില്ല, നമുക്കിത് മുടക്കണം. മുടക്കാനോ? എന്ത്? സ്ഥലം കാണാൻ വന്നവരെ ഈ ദേശത്ത് കേട്ടരുത്. വെറുതെ ബുദ്ധിമോശം പറയാണ്ടി. നമുക്ക് വല്യമ്പ്രാനെ കണ്ട് കാല് പിടിക്കാം. അയ്യപ്പെട്ട വല്യമ്പ്രാൻ പറയാതെ കൊച്ചപ്രാൻ ചെയ്യൂ. ദേവൻ തമ്പ്ര അന്ന് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ, മുമ്മെല്ലാം വായുമൂടി മുണ്ടാണ്ട് നിക്കണോണ്ടാ ഒക്കെ ഇതിന് കുഴപ്പമൊന്ന്. നമ്മൾ അടിമാളല്ല അയ്യപ്പേട്ട, തൊഴിലാളികളാ. നമ്മൾ അന്നം മുടക്കുന്നവരെ നമ്മൾ വെറുതെ വിടരുത്. ബുദ്ധിയുണ്ടെന്ന് നമുക്കും കാണിച്ചു കൊടുക്കണം. വാടാ. എന്താടാ വഴി അറിഞ്ഞിരിക്കുന്നത്? മാറിക്കടാ. ഇല്ല എമ്പ്ര, ഞങ്ങ എല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നിരിക്കണേ. എന്താടാ നീ അറിഞ്ഞ? അമ്പാടി എന്താ എന്താ ഇവരീ പറയുന്നേ? ഞങ്ങളീ പാടത്ത് പണിയെടുക്കുന്ന പാവങ്ങളാ സാറേ. ഇത് ഞങ്ങളുടെ ചോറാ, അത് നിങ്ങൾ മുടക്കരുത്. അത് പറയാൻ നീ ആളാ പട്ടി. അമ്പാടി cool down. ഞാൻ സംസാരിക്കാം. അതെ, ഇത് ഇവരുടെ പാടവും പറമ്പുവാ. അതിലെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന ഇവരാ, നിങ്ങളല്ല. നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കാ പിരിഞ്ഞു പോണം. ഇല്ല എമ്പ്ര, ഞങ്ങളുടെ ചോറി ചവിട്ടാൻ ഇവിടെ ഒരു സായിപ്പ് മദാമേ വരണ്ട. ഞങ്ങ അതിന് സമ്മതിക്കില്ല. നിന്നെയൊക്കെ ഞാൻ അമ്പാടി, ഈ ചെറ്റിയോടൊന്നും ഇത്ര താണ് സംസാരിക്കേണ്ട കാര്യമില്ല. നീ ഒന്ന് അടങ്ങ്, ഞാൻ സംസാരിക്കാം. അതെ, ഞാൻ ആരാണെന്നറിയാവോ? ഒരു MLA. എന്നെ വഴി തടഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയ നടപടി എടുക്കേണ്ടി വരും. ഞൊട്ടും ഒന്ന് പോ സാറേ. മുതലാളിമാരുടെ കാല് നക്കി നടക്കണ MLA മാരെയൊന്നും ഞങ്ങൾക്ക് വേണ്ട. നിങ്ങ മനുഷ്യനാണെങ്കിൽ അധ്വാനിക്കുന്ന ഞങ്ങളുടെ കൂടെ നിൽക്ക്. ഞങ്ങളെ പോലുള്ളവരാ നിങ്ങളെയൊക്കെ ജയിപ്പിക്കുന്നേ. അത് മറന്നിട്ട് ദേ 10 മുതലാളിമാരെയും കൊണ്ട് ഞങ്ങളുടെ അന്നം മുടക്കാൻ വന്നാലുണ്ടല്ലോ, അത് എവിടത്തെ MLA ആയാലും ശരിയാ. ഈ തുപ്പലിന്റെ പുറത്തായിരിക്കും നിങ്ങളുടെയൊക്കെ സ്ഥാനം. തെണ്ടിത്തരം പറയുന്ന ചെറ്റ പട്ടികളെ, മര്യാദയ്ക്ക് മാറിയെന്നോ അല്ലെ നിന്റെയൊക്കെ നെഞ്ചത്തൂടെ വണ്ടി കയറ്റും. പേടിയില്ലമ്പ്ര, ഇത് ഞങ്ങളുടെ വയറിന്റെ പ്രശ്നമാണ്. മരിക്കണേലും ഞങ്ങൾ ഒരുമിച്ച് തന്നെ മരിക്കും. ഈ നാളുകളോട് നിന്നെ സംസാരിച്ചിട്ട് കാര്യമില്ല. ഞാൻ പറയുന്നത് കേൾക്ക്. വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. We don't want this business. Come, let's go. बहुत बड़ा danger है यार. ആകെ കൊളവായി. നീ ഒറ്റ ഒരുത്തിന് ഇതിനൊക്കെ കാരണം. വേണ്ട, അവന്മാരെല്ലാം പോയി. എന്ത് കഷ്ടപ്പെട്ട് ഓരോരുത്തരുടെ കാല് പിടിച്ചാ ഇവിടെ വരെ കൊണ്ടുവന്നത്. അതെല്ലാം നീ നശിപ്പിച്ചു. വണ്ടി പുറകോട്ടേ. അമ്പാടി വണ്ടി എടുക്കാൻ നശിപ്പിച്ചു. തങ്കപ്പ, നേരം വെളുക്കുമ്പോ കോളനിയിൽ ഒരു ഒറ്റ ചെറ്റകൾ ഉണ്ടാവാൻ പാടില്ല. എന്താന്ന് വെച്ചാൽ പോ ചെയ്യണം. ഓടി വായോ, എല്ലാരും വായോ.
ആര് പറഞ്ഞാണ് ഈ തന്തില്ലായ്മ ചെയ്തേ? പറയാവേ ബാലനപ്പുറം പറഞ്ഞ മതിയായിക്കോട്ടെ നിനക്കൊക്കെ. ബുദ്ധിയും ധൈര്യവും ഉണ്ടെന്ന് നമ്മൾ തമ്പുരാക്കന്മാരോട് മുട്ടാൻ പോയിട്ട് ഇപ്പൊ എന്തായി? ഉണ്ടായിരുന്ന കിടപ്പാടം കൂടി ഇല്ലാണ്ടായി. ആ മെമ്പർ പറഞ്ഞത് ശരി തന്നെയാ. നമ്മക്കൊക്കെ കണ്ടിട്ടില്ല എന്നെ അഭിപി. ഇനി നമുക്ക് ഈ നാട്ടിൽ നിൽക്കണ്ട, നമുക്ക് എവിടേക്കെങ്കിലും പോവാ. അവരൊക്കെ വലിയ ആൾക്കാരാ, പണവും പദവി അധികാരവും ഉള്ളവരാ. ചോരത്തിളപ്പ് കാണിച്ച് തമ്പുരാക്കന്മാരുടെ ഏറ്റുമുട്ടം നമ്മളായിട്ട് കണ്ടില്ലേ നീ ഇത്? നാളെ അവർ നമ്മളെയൊക്കെ വെട്ടിയരിഞ്ഞ് മൂടിയാലും ഒരു നായും തിരിഞ്ഞു നോക്കില്ലടാ മോനെ. എന്റെ മോള്, നമ്മുടെ കിളി, പെൺകുട്ടികളുടെ മാനം പോണതുകൂടി കാണാൻ വയ്യ എനിക്ക്. ഞാൻ എന്റെ മോളെ കൊണ്ട് എവിടേക്കെങ്കിലും പോവുക. നീയും കിളിയും ഈ കോളനിക്കാരെല്ലാവരും എന്റെ ഒപ്പം ഉണ്ടാവണം. എങ്ങോട്ട് പോവാന്ന മാമ പറയണേ? നമ്മൾ മണ്ണിൽ പണിയെടുത്ത് ജീവിക്കണോരാ. മണ്ണിനെയും മനുഷ്യനെയും സ്നേഹിക്കണ ആളുകളുള്ള ഏതെങ്കിലും നാട്ടിൽ പോയി പണിയെടുത്ത് നമ്മൾ ജീവിക്കും. എല്ലാം ഒന്നേന്ന് തുടങ്ങണമെന്നുള്ളൂ മോനെ. ഇങ്ങോട്ട് എല്ലാവരും കൂടെ. ഞങ്ങളെ ഇവിടെ ആർക്കും വേണ്ട നമ്പറ. ഞങ്ങൾ പോവുക. ഒരാളും ഇവിടെ നിന്ന് എവിടേക്കും പോണില്ല. കോളനി കത്തിച്ചെങ്കിൽ അവരതിന് സമാധാനം പറയണം. വിളിക്കരുത് അങ്ങനെ. ഈ വിളിയെ നിങ്ങളെല്ലാം പെരുവഴിയിൽ എത്തിച്ച് നിങ്ങൾ ഇവിടുന്ന് പോണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അധികാരപ്പെട്ട ഒരാളുണ്ട് അവിടെ കോലോത്ത്. അവിടുന്ന് പറയട്ടെ നിങ്ങളെ വേണ്ടാന്ന്. അല്ലാതെ ഈ ഒളിച്ചു പോക്കുണ്ടല്ലോ, അത് ഞാൻ സമ്മതിക്കില്ല. അയ്യപ്പേട്ട, വേലു, കൂലാവാ. എങ്ങോട്ടാ? വടക്കേപ്പാട്ട തിരുമുറ്റത്ത് 5-6 കുടില് കെട്ടാൻ സ്ഥലമുണ്ടോ നോക്കാൻ വന്നാ. ഓഹോ, അപ്പൊ നീയാണല്ലേ ഇവരുടെയൊക്കെ പുറയിലെ. ഇത്രയും നാള് സെന്റർ ബാക്ക് നിന്നിട്ട് ഇപ്പൊ എന്താ ഒരു ഫോർവേഡ് കയറി കളി? എന്തിനാ ബാലമാമ ഈ പാവങ്ങളുടെ കുടില് കത്തിച്ച്? എന്ത് നേട്ടത്തിനായിരുന്നു? എനിക്ക് നേടാനും നഷ്ടപ്പെടാനും പലതും കാണും. അതൊന്നും നീ അന്വേഷിക്കണ്ട. ഇറങ്ങി പോടാ, ഇവറ്റകളെ വിളിച്ച് പുറത്ത് പോവാം. അതിനു മുമ്പ് ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാനുണ്ട്. എന്താ എന്താ ഇവിടെ? കണ്ടില്ലേ മുത്തച്ഛവരെ, ഈ പാവങ്ങൾ എന്ത് തെറ്റിയെടുത്ത് ഇവരുടെ കുടില് കത്തിച്ചത്? കുടില് കത്തിച്ചോ? ഈ ബാലമാമ ആൾക്കാരെ വിട്ട് ഇവരുടെ കോളനി കത്തിച്ചു. ആരാ? എന്നെ കാണാൻ മുമ്പിൽ നിന്ന മാന്യന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച ഈ ചെറ്റകളെ പിന്നെ എന്ത് ചെയ്യണമെന്നാ മുത്തച്ഛൻ പറയണേ? ഈ മാന്യന്മാരെന്ന് പറയുന്നവർ ഇങ്ങോട്ട് എഴുന്നള്ളിയത് എന്തിനാണെന്ന് അറിയോ മുത്തച്ഛന്? നോർത്ത് ഇന്ത്യൻ ഗോസായിമാർക്ക് ഈ പാടവും പറമ്പും തീരെഴുതി കൊടുത്തിട്ട് അവിടെ ഹോട്ടലും റിസോർട്ടും പണിയാൻ. ഈ തെണ്ടികൾക്ക് വേണ്ടി വക്കാലത്ത് പറയാൻ നിൽക്കാതെ ഇറങ്ങി പോടാ അവിടുന്ന്. മുത്തച്ഛൻ പറയട്ടെ, കേറി കിടക്കാൻ കൂടെ ഇടവില്ലാതെ എതിർത്ത് നിൽക്കാനുള്ള ശക്തി ഇല്ലാതെ കെട്ടും പാട്ടും മുറുക്കി പെരുവഴിയിൽ ഇറങ്ങിയത് അവര്. നാട് വിടാൻ പോയി അവരെ ഞാൻ അങ്ങോട്ട് വിളിച്ചോണ്ട് വന്ന്. മുത്തച്ഛൻ ഇനി മിണ്ടായിരുന്നിട്ട് കാര്യമില്ല. സംസാരിക്കാൻ സമയമായി. ദേവൻകുട്ട പറഞ്ഞ ശരിയാ, സമയമായി. തൊള്ളായിരത്തി 22-ലോ 23-ലോ ആണെന്ന് തോന്നുന്നു. എന്തായാലും മാപ്പിള കലാപത്തിന് ശേഷം തന്നെയാ. പട്ടാളത്തിൽ നിന്ന് പോരുമ്പോ അച്ഛന് കിട്ടിയ 50 രൂപ കൊടുത്ത് വാങ്ങിയതാ ഇപ്പൊ ഈ തറവാടിരിക്കുന്ന ഭൂമി.
ആ പത്തായപ്പുര നിൽക്കുന്ന സ്ഥലത്ത് ഒരു കുടിൽ വെച്ച് കെട്ടി തുടങ്ങിയ പൊറുതിയാ. മഞ്ഞത്തും മഴയത്തും വെയിലത്തും പണിയെടുത്ത് ഈ കാണായ പാടവും പറമ്പും ഒക്കെ പൊന്നു വിളയുന്നതാക്കിയത് ഈ നിൽക്കുന്ന അയ്യപ്പന്റെ അച്ഛനപ്പൂപ്പന്മാരാ. കൊയ്ത്ത് കഴിയുമ്പോ ഇവരുടെ സന്തോഷത്തിന് വേണ്ടി അച്ഛൻ ഏർപ്പാടാക്കി കൊടുത്തതാ കാളകൂട്ട് മത്സരവും ആഘോഷമൊക്കെ. ഇവരത് ഒരാചാരം പോലെ ശുദ്ധമായിട്ട് കൊണ്ടാടിയിരുന്നു. കാളപൂട്ടിലവരെ തോപ്പിക്കാൻ പറ്റാതെ തന്നിഷ്ടപ്രകാരം പന്ത് കളിയാക്കി മാറ്റി കളിച്ച് രസിച്ച് ജന്മി കളിച്ച് നടക്കാനല്ലാതെ എന്തിനു കൊള്ളാൻ നിന്നെയൊക്കെ? ഉള്ള സ്വത്തിൽ അവനവന്റെ വീതം തന്ന് തീർത്തതല്ലേ ഞാൻ. അതൊക്കെ ചുക്കിലിട്ട് കാച്ചി റബ്ബർ വലിച്ചു വിട്ട പോലെ തിരിച്ചു വന്നപ്പോഴും പിഴച്ച് പൊയ്ക്കോട്ടെ എന്ന് കരുതി ഒന്നും മിണ്ടിയില്ല. ചവിട്ടി നിൽക്കുന്ന ഈ മണ്ണും പറമ്പും പാടവും ഒന്നും ഞാൻ ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല. എന്റെ പിതൃസ്വത്താണ്. അത് കണ്ട ഗോസായികൾക്ക് തീരെഴുതി കൊടുക്കാൻ നിനക്കെന്ത് അവകാശം? എന്റെ മണ്ണി കിടക്കുന്ന ഈ പാവം കിണ കുടില് കത്തിച്ച് അവരെ ഇറക്കി വിടാൻ ആരാ നിനക്ക് അധികാരം തന്നെ? നിനക്ക് ഈ ഭൂമിയോട് അത്ര അതിമോഹം ഉണ്ടെങ്കിൽ ഒരവസരം ഞാൻ തരാം. നിനക്ക് ഇതുങ്ങളെ തോപ്പിക്കാൻ പറ്റുമെങ്കിൽ തോപ്പിക്ക. നിന്റെ രാഷ്ട്രീയ സ്വാധീനവും പദവിയും പണവും കൊണ്ടല്ല, ചൂരും ചുണയും മനഃശക്തിയും കൊണ്ട്. കാരണം മണ്ണിൽ അധ്വാനിച്ച് നേടിയ കായബലം മാത്രമേ അവർക്കുള്ളൂ. കാളപൂട്ട് പരിഷ്കരിച്ച് പന്ത് കളിയാക്കിയത് നീ തന്നെയല്ലേ? അതേ പന്ത് കളിയിൽ ഒരിക്കൽ കൂടി നിനക്ക് നിങ്ങളെ തോപ്പിക്കാൻ പറ്റുമോ? എങ്കിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല വാടക കളിക്കാരെ കൂട്ടിക്കൊണ്ടുപോവാ. കളി ജയിച്ചാൽ എന്റെ ഈ പിതൃസ്വത്ത് മുഴുവൻ എഴുതി തരും ഞാൻ. എന്താ ചങ്ങുറപ്പുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒടുവിലത്തെ അവസരമാണ് നിനക്കിത്. ഉണ്ട്. നിങ്ങൾക്കോ? എന്തായപ്പാ, നിങ്ങൾക്ക് ഉറപ്പില്ലേ? എങ്കിൽ കെട്ടിപ്പിറക്കി ഇറങ്ങിയ വഴിയെ പോയിക്കോണം. ഇല്ല, അവരെങ്ങും പോകുന്നില്ല. തയ്യാറാണ്. അവർക്ക് വേണ്ടി ഞാൻ വാക്ക് തരുന്നു. പിന്നെ ഈ പന്തയത്തിൽ ഒരു ഉപാധി കൂടിയുണ്ട്. ദേവനും കൂട്ടരും ജയിച്ചാൽ ഭൂമി ഇവർക്ക്. ഈ നിൽക്കുന്ന നിന്റെ മോളുണ്ടല്ലോ അമ്മുകുട്ടി, അവള് ദേവന്. തോറ്റാൽ ഇവർ ഈ മണ്ണും നാടും വിട്ട് പൊയ്ക്കോളും. ഇവളെ പെണ്ണും ചോദിച്ച് ദേവൻ ഈ പടി ചവിട്ടുകയില്ല, ഞാൻ ഉറപ്പ് തരുന്നു. മുത്തശ്ശ, എന്താ ചങ്ങുറപ്പില്ലേ? ഇല്ലെങ്കിൽ പറഞ്ഞ വാക്യം പിൻവലിച്ചോളാം. ഇവരെവിടെയെങ്കിലും പോയി തൊലഞ്ഞോളൂ. ഇല്ല മുത്തശ്ശ, എനിക്ക് സമ്മത. എങ്കിൽ ഇന്നേക്ക് 7-ാം നാൾ, 30 ശനിയാഴ്ച കളി. ഇതൊരുമാതിരി മനുഷ്യനെ കെണിച്ചടിച്ച പോലെ. ഓരിക്ക് തട്ടി കളിക്കാൻ പന്തിന് വേറെ നമ്മളെ ഇട്ട് കൊടുത്തിട്ട് നമ്മ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചനെ. നിങ്ങളെ അങ്ങനെ വെറുതെ ഗ്രൗണ്ടിലേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തിട്ട് കാണികളുടെ ഇടയിൽ പോയിട്ട് ഞാനും കൈയടിച്ചോണ്ടിരിക്കുന്നത് വിചാരിച്ച. ഇംഗ്ലണ്ടിലെ പഠിപ്പിനിടയിൽ ഞാനും അത്യാവശ്യം പന്തൊക്കെ തട്ടി കളിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും അധികം ഫുട്ബോൾ ഭ്രാന്തന്മാരുള്ള നാടാ അത്, അറിയോ? ലോകത്തിലെ ഏറ്റവും നല്ല കളിക്കാരിലെ ഒരാളായ ഡേവിഡ് ബെക്കാമിന്റെ നാട്. അതിന് വക്കം വരുമോ നമ്മുടെ കൂടെ കളിക്കാൻ? വരും. ഇംഗ്ലണ്ടിന്റെ ബെക്കാം അല്ല, ഇന്ത്യയുടെ ബെക്കാം, നമ്മുടെ കറുത്തമുത്ത്. കളിക്കാനല്ല, എങ്ങനെ കളിക്കണമെന്ന് നിങ്ങളെ പഠിപ്പിക്കാം. എന്നാലും എവറ്റാണ് കോഞ്ഞാടിയ കയ്യും കാലും വെച്ച് അങ്ങനെ കളിച്ച് ജയിക്കും. ജയിക്കും. ബാലമാമയുടെ നക്കാപ്പിച്ച കാശിന് വേണ്ടിയിട്ട് അവര് കളിക്കുന്നത്. നിങ്ങൾ കളിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാ. അതിനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും ഒക്കെ നിങ്ങൾക്കുണ്ട്.
ഒന്നും മനസ്സ് വെച്ചാൽ മാത്രം മതി, എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അതിനുവേണ്ടി ഞാൻ കൂടെ നിൽക്കുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. ഉണ്ടാവും തമ്പ്ര. ഞങ്ങൾക്ക് വേണ്ടി കൂടെ നിൽക്കുമ്പോൾ തമ്പ്രാനൊന്നും നഷ്ടപ്പെടാൻ പാടില്ല. തമ്പ്രാന്റെ കുട്ടിയമ്മയെ സ്വന്താക്കാൻ ഞങ്ങളുണ്ടാവും തമ്പ്രാന്റെ കൂടെ. ഇത് കുഞ്ഞിക്കാവലൻ. ഹലോ. ഇത് കുട്ടപ്പൻ. ഹലോ. ഇത് നീലൻ. ഹായ്. ഇത് കുയിലൻ. ഇത് വേലായുധൻ. ഹലോ. ഇത് സുപ്രൻ. ആൻഡ് ദ വൺ ആൻഡ് ഓൺലി വേലു. യെസ്. ഇതൊക്കെ ആളുകളെ പറ്റിക്കാനുള്ള പരിപാടിയാ. ഇതൊന്നും ചെയ്ത് നിങ്ങളുടെ തലകളെ നോക്കണ്ടേട്ടാ. നമ്മളെ കൊണ്ട് പറ്റുന്ന പണിയാൻ തോന്നണത് അവന്മാര് യമകണ്ഠന്മാരെ ഇറക്കിയിരിക്കണത്. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് എന്താ വല്ല തണ്ടും തടിയുണ്ടാ? ബംഗാളായിട്ട് കളിക്കുമ്പോ ടീം ഒക്കേരി ഉണ്ടായിരുന്നു. പന്ത് എന്റെ കാലില്. ഒക്കേരി വെട്ടൂന്ന് ഉറപ്പായപ്പോ ഒരു ഒറ്റ അടിയാണ്. ആൾക്കാരുടെ കയ്യടി കേട്ടപ്പോഴാ മനസ്സിലായത് ഗോളാന്ന്. വേലൊരു അടി അടിച്ചേ, ഒന്ന് കാണട്ടെ. ഐ കൊള്ളാലോടാ നീ. വേലു, നാളത്തെ കളിയിൽ നീ പെരുക്കങ്ങോട്ട് പെരുക്കിയാ മതി എല്ലാവരും. പന്നി ഭരണമാര് ഗോൾ അങ്ങോട്ട് വീണോളന്നേ. വിജയേട്ടുണ്ടെങ്കിൽ പിന്നെ അത് ഉറപ്പാണല്ലോ. ഔ ഞാൻ ഉണ്ടാവില്ലടാ. നാളെ ഇന്ത്യൻ ക്യാമ്പിലേക്ക് പോവാ ബാംഗ്ലൂര്. അതുകൊണ്ട് ഞാൻ വൈകുന്നേരം പോവും. പിന്നെ ജയിച്ചു കഴിയുമ്പോ അപ്പൊ തന്നെ വിളിച്ചു പറയാൻ മറക്കരുത്. താങ്ക് യു വിജയൻ. ദേ അതിനു മുമ്പ് എന്റെ ഒരു സ്പെഷ്യൽ കിക്ക് ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ കൊട്ടോടി എന്ന് പറയും. ഇതാ നോക്കിക്കോ. വേലു, അവരെയാ നിങ്ങൾ ടൈറ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇടം വലം തിരിയാൻ സമ്മതിക്കരുത്. പന്തിന്റെ കൺട്രോൾ എപ്പോഴും നിങ്ങളുടെ കയ്യിൽ തന്നെ ആയിരിക്കണം. സാറേ, ഞങ്ങൾ പ്രൊഫഷണൽ പ്ലേയേഴ്സാ. അതൊക്കെ എനിക്ക് അറിയാമടോ. ഇത് വെറും ഒരു ട്രോഫിക്ക് വേണ്ടിയുള്ള കളിയല്ല. മറ്റെന്തിനേക്കാളും എന്റെ അഭിമാനത്തിന്റെ പ്രശ്ന. എങ്ങനെ വേണമെങ്കിലും കളിച്ചോ. ചവിട്ട് കുത്ത് എന്ത് ഫൗള് ചെയ്തിട്ടാണെങ്കിലും ശരി, എനിക്ക് ജയിച്ചേ തീരൂ. മക്കളെ, കളിക്കിടയില് തട്ട് കെട്ടി ഒരുത്ത മേപ്പോട്ട് പോയാലും ഒരു കേസും കെട്ടിപ്പൊക്കും ഉണ്ടാവില്ല, അറിയാലോ. അരേം തലയും മുറുക്കി അങ്ങോട്ട് ഇറങ്ങടാ പിള്ളേരെ. എന്നിട്ട് ജയിച്ചു വാ. വാരി കോരി തരും ബാലരാമൻ, അല്ലേ? അല്ല, ഓരോന്നങ്ങോട്ട് ഒഴിച്ചു കൊടുത്താലോ? ഇന്നെന്തായാലും വേണ്ട. വേണ്ട, ഇന്നത്തെ കൂടെ ചേർത്ത് നാളെ നമുക്കൊരു പെരുക്കങ്ങ് പെരുക്കാം.
വാ അവരെ വിളിക്കേ. എന്താ മുത്തച്ഛ അവ ജയിച്ചോ? ജയിക്കോ? ആദ്യ പകുതി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനിയെ വാശി തുടങ്ങാൻ പോകുന്നു. ജീവൻ മരണ പോരാട്ടം. ചെമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പുരിവയറരി പുരി അരമണി എരിമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതനു കുറുവഴി മണ്ണു കിളച്ചു മതിച്ചു നടക്കണ മായാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹോയ്. ആദിച്ചെമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പുരിവയറരി പുരി അരമണി അരിമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതനു കുറുവഴി മണ്ണു കിളച്ചു മതിച്ചു നടക്കണ മായാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹോയ്. കാക്കാലക്കാറ്റിന്റെ കുടുമെ കിടിയളിയ പാഴല്ല പന്താടും കാലെ കിടിയളിയ. കാക്കാലക്കാറ്റിന്റെ കുടുമെ കിടിയളിയ പാഴല്ല പന്താടും കാലെ കിടിയളിയ. ചോഴിക്കും മുത്തിക്കും ചെങ്കോഴി ചാത്തനും ചോഴിക്കും മുത്തിക്കും ചെങ്കോഴി ചാത്തനും ചാന്തും ചോരം ചുണ്ടപ്പൂ കൊണ്ടാ കൊമ്പും കുഴലമ്പും പലതില്ലും തല്ലും പടപാഞ്ഞോട്ടം കാവും തിറയാട്ടും മുടിയേറ്റും തോറ്റും കളിക്കൂത്താട്ടം കൊമ്പും കുഴലമ്പും പലതില്ലും തല്ലും പടപാഞ്ഞോട്ടം കാവും തിറയാട്ടും മുടിയേറ്റും തോറ്റും കളിക്കൂത്താട്ടം. ആദിച്ചെമ്പട അങ്കപ്പുലികളി കുറുമനു ചെറുമനു പുലിവയറരി പൊരി അരമണി അരിമണി ചെറുപയറൊരു മണി തറുതല പറയണ മറുതനു കുറുവഴി മണ്ണു കിളച്ചു മതിച്ചു നടക്കണ മായാണ്ടിപ്പട പാഞ്ഞു വരുന്നേ ഹോയ്. ഇതെന്താ ഇപ്പൊ രണ്ട് കൂട്ടരും ജയിച്ചോ? ഇനിയല്ലേ ടൈ ബ്രേക്കർ. ടൈ ബ്രേക്കറോ? അതെന്താ അത്? എന്നുവെച്ചാ ഓരോ ടീമും 5 കിക്ക് വീതം അടിക്കണം. ആര് കൂടുതൽ ഗോൾ അടിക്കുന്നു ആ ടീം ജയിക്കും. ഇത് കണ്ടോ?
ചെല്ലടാ.
സന്തോഷാടാ മക്കളെ, സന്തോഷായി. ഇപ്പൊ മനസ്സിലായില്ലേ കഷ്ടപ്പെട്ടാൽ എന്ത് നേടാനാവുമെന്ന്. അലസന്മാരുടെ കൂടെ അല്ല, അധ്വാനിക്കുന്നവന്റെയും വേദനിക്കുന്നവന്റെയും കൂടെ ദൈവം ഉണ്ടാവൂ. കേട്ടോടാ. അന്ന് പന്ത് കളിച്ച് ജയിക്കണമെന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഈ കിഴവൻ എന്ത് ഭ്രാന്താണ് ഈ പറയണേന്ന്. ശരിയാ, ഒരു തരത്തിൽ അതൊരു ഭ്രാന്ത് പറച്ചിലായിരുന്നു. സ്വന്തം കരുത്ത് തിരിച്ചറിയാതെ എല്ലാവരുടെയും മുമ്പിൽ തല കുനിച്ച് കുനിച്ച് അടിമകളായി മാറിയ നിങ്ങളുടെ ശീലം ഇനി ഒരു വാശിയിലെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് തോന്നിയപ്പോ അങ്ങനെ ഒരു നട്ടഭ്രാന്ത് പറയേണ്ടി വന്നു. ഇപ്പം നിങ്ങൾ നേടിയത് വെറും ഒരു ജയമല്ല, അവകാശമാണ്. സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം. കേറി വാടാ അയ്യപ്പാ. ഹലോ. പോകാൻ വരട്ടെ. അതെ, ഈ പന്തയത്തിലെ സമ്മാനം ഈ കപ്പ് മാത്രമല്ലല്ലോ. ഇതാ എന്റെ പിതൃസ്വത്ത്. പറഞ്ഞ വാക്ക് തെറ്റാതെ ഇതാ പിടിച്ചോ. അയ്യോ അമ്പ്ര, ഇതൊന്നും ഞങ്ങൾക്ക് വേണ്ട. വേണ്ടെന്നു കളി ജയിച്ചതിന് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണിത്. വല്യമ്പ്ര, അങ്ങനെ പറയാൻ തോന്നിയ അവിടുത്തെ ഈ നല്ല മനസ്സ് മതി. ഞങ്ങൾക്ക് ഈ മണ്ണി പണിയെടുക്കാനുള്ള അവകാശവും സ്വത്തും ആധാരമൊക്കെ വല്യമ്പ്രാന്റെ കയ്യിരുന്നാ മതി. ഞാൻ വെച്ച് നീട്ടിയാണ് നിങ്ങൾക്ക് ഈ ജന്മം. അത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. അടിയങ്ങളോട് സ്നേഹമുണ്ടേ തമ്പ്രാൻ അങ്ങനെ പറയരുത്. ഒരു അപേക്ഷയാ, ദയവായി. എങ്കിൽ നിങ്ങളുടെ അപേക്ഷ സ്വീകരിക്കാൻ ഞാൻ ഒരാളെ ചുമതലപ്പെടുത്താം. ഓ, പെരുവഴിയിൽ നിന്ന് നിങ്ങളെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന എന്റെ ദേവൻകുട്ടനെ. സമ്മതമാണെങ്കിൽ ഇവൻ ഈ ആധാരം ഏറ്റുവാങ്ങട്ടെ. ഏറ്റെടുക്കാം. ഈ മണ്ണിനെയും മനുഷ്യരെ ഞാൻ സന്തോഷത്തോടെ സ്വീകരിച്ചോളാം. പക്ഷെ അതുകൊണ്ടൊന്നും തീർന്നില്ലല്ലോ. എന്നോട് പറഞ്ഞ വാക്കുകൂടെ പാലിക്കേണ്ട എന്റെ മുത്തശ്ശൻകുട്ട. എന്ത് വാക്ക്? നീ അതിന് കളിച്ചില്ലല്ലോ. കളിച്ചോർക്കല്ലേ സമ്മാനമുള്ളൂ. കളിച്ചില്ല, പക്ഷെ ഇവരെയൊക്കെ കളിപ്പിച്ചതിനുള്ള സമ്മാനം എനിക്ക് വേണം. ഈ നിൽക്കുന്ന മൂർക്കാഞ്ചലത്തിന് ഇങ്ങ് തന്നേര്. അതിന് നീ എന്തിനാ കടിക്കാൻ വരുന്നത്? എടുത്തോണ്ട് പോയിക്കൂടെ? ആ, അത് പോരാ, ഈ കൈ കൊണ്ട് തന്നെ പിടിച്ചേൽപ്പിക്കണം. എന്നാ ഏൽപ്പിച്ചിരിക്കുന്നു. സന്തോഷമായിട്ട് അടിയനൊരാഗ്രഹമുണ്ട്. ഇവിടെ ഇനി അടിയാളനും മേലാളനും ഒന്നും ഇല്ല. നീ ആഗ്രഹം എന്താന്ന് വെച്ചാ പറ. ഇതുങ്ങളെ രണ്ടിനെയും കൂടി ഒരു നോക്കത്തുമ്പോ അങ്ങോട്ട് പൂട്ടണമെന്നുണ്ട്. ആ, അതിനെന്താ രണ്ടാളും ഇങ്ങോട്ട് വരിക. അങ്ങനെ കളിച്ചിട്ട് ഈ രണ്ട് മംഗളകർമ്മങ്ങളും നമ്മൾ ഒരു പന്തല് നടത്തുന്നു. എന്താ സമ്മതമല്ലേ? നീ എന്താടി പോത്തെ ചിരിക്കാതിരിക്കണേ? ഛേ